Good evening, Makale. Welcome back to Easy Classes. First of all, thanks for being here in my YouTube channel. Let's start with today's topic, chromosomal theory of inheritance. Okay, part 4 അല്ലേ? പാർട്ട് 4 അല്ല, പാർട്ട് 5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ബൈ സട്ടൺ ആൻഡ് ബോവറി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അത് എക്സ്പെരിമെൻ്റിൽ പ്രൂവ് ചെയ്തത് TH മോർഗൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം കണ്ടുപിടിച്ച കുറച്ച് ഒബ്സർവേഷൻസ് ഉണ്ട് ഇൻ ഡ്രോസോഫില മെലനോഗാസ്റ്റർ ഓർ ഫ്രൂട്ട് ഫ്ലൈ. അത് ഒരു ലിങ്കേജ് എന്ന ആൻഡ് റിക്കോമ്പിനേഷൻ എന്ന ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കുറച്ച് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, എന്നാലേ ലിങ്കേജിൻ്റെ ക്ലോസ് സിമ്പിളാണ്, പക്ഷേ ഫസ്റ്റ് നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, മെൻ്റൽ കുറേ ഒബ്സർവേഷൻസ് കണ്ടെത്തി അല്ലേ. പീ പ്ലാന്റിൽ 7 വർഷത്തോളം എക്സ്പെരിമെൻ്റൊക്കെ നടത്തി കുറേ ഒബ്സർവേഷൻസ് കണ്ടു, ഫൈൻഡിങ്സ്, മെൻ്റെയിൻ ലോസ്, പ്രിൻസിപ്പിൾസ്, റേഷ്യോസ് ഒക്കെ അദ്ദേഹം കണ്ടെത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വർക്ക് അത്രയും റെക്കഗ്നൈസ്ഡ് ആയില്ല. വൈ മെൻ്റൽസ് വർക്ക് റിമെയിൻ അൺറെക്കഗ്നൈസ്ഡ്? എന്താ അതിൻ്റെ റീസൺ? ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അന്ന് ഭയങ്കര ഒരു പ്രോബ്ലം തന്നെയായിരുന്നു. ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ ഈസി ആയിരുന്നില്ല. പിന്നെ ആദ്യമായിട്ട് ഒരാൾ ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച് ബയോളജിയിൽ കൊണ്ടുവന്നത് അദ്ദേഹമായിരുന്നു. ഇതൊരു ന്യൂ അപ്രോച്ച് ആയിരുന്നു ആൻഡ് ഓൾസോ അൺഅക്സെപ്റ്റബിൾ. ആ ടൈമിൽ അൺഅക്സെപ്റ്റബിൾ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ഓഫ് ഫാക്ടർ മീൻസ് കൺസെപ്റ്റ് ഓഫ് ജീൻ. എങ്ങനെ അദ്ദേഹം ജീനെ പറഞ്ഞത്? സ്റ്റേബിൾ ആൻഡ് ഡിസ്ക്രീറ്റ് യൂണിറ്റ്. ആ സ്റ്റേബിൾ ആൻഡ് ഡിസ്ക്രീറ്റ് യൂണിറ്റാണ് ജീൻ എന്നുള്ള അല്ലെങ്കിൽ ഫാക്ടർ എന്നുള്ളത്. കണ്ടിന്യൂസ് വേരിയേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ ജീൻ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ആൻഡ് ഡിസ്ക്രീറ്റ് യൂണിറ്റാണ്. ആ യൂണിറ്റിന് അങ്ങനെ പറഞ്ഞ ആ ഒരു ജീൻ അല്ലേ, അത് എങ്ങനെയാണ് കണ്ടിന്യൂസ് വേരിയേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതൊരു ആളുടെ ഫൈൻഡിങ്സിൻ്റെ ഒരു കുറവായിട്ട് കാണപ്പെടുന്നു. പിന്നെ ഹി കുഡ് നോട്ട് ഗീവ് ഫിസിക്കൽ പ്രൂഫ്. അദ്ദേഹത്തിന് ഫിസിക്കൽ പ്രൂഫും കൊടുക്കാൻ പറ്റിയില്ല. ഫാക്ടറിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചൊരു അതിനൊരു ഫിസിക്കൽ പ്രൂഫ് പ്രൊവൈഡ് ചെയ്യാനും പറ്റിയില്ല. ഓക്കെ, ഇതൊക്കെ മൂലം അദ്ദേഹത്തിൻ്റെ വർക്ക് അൺറെക്കഗ്നൈസ്ഡ് ആയി. ഓക്കെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്തുകൊണ്ടാണ് മെൻ്റൽസ് വർക്ക് അന്ന് ആ സമയത്ത് അൺറെക്കഗ്നൈസ്ഡ് ആയിരുന്നത് എന്നതിൻ്റെ ഒരു 4 പോയിൻ്റാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പിന്നീട് 1856 to 73 എക്സ്പെരിമെൻ്റ് നടത്തി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സൊക്കെ ആ സമയത്തായിരുന്നു അല്ലേ. ഇനി 1900 3 സയൻറ്റിസ്റ്റ്, ഈ സയൻറ്റിസ്റ്റുകളുടെ പേരൊക്കെ ജെനറ്റിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളാണ്. എന്തായാലും നമ്മളത് മറക്കാതെ പഠിക്കണം. 3 സയൻറ്റിസ്റ്റുകളാണ് കോറൻസ്, ഡിവ്രീസ് ആൻഡ് ഷെമാർക്ക് എന്ന് പറയുന്ന 3 സയൻറ്റിസ്റ്റുകൾ ഇൻഡിപെൻഡൻ്റ്ലി റീഡിസ്കവർ ചെയ്തു സെയിം വർക്ക് ഓഫ് മെൻ്റലിൻ്റെ ആദ്യ വർക്ക് 1900 ഈ 3 സയൻറ്റിസ്റ്റുകൾ റീഡിസ്കവർ ചെയ്തു. ഓക്കെ, പിന്നെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. അതാരാണ് പ്രൊപ്പോസ് ചെയ്തേ എന്ന് ചോദിച്ചാൽ, ആരാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ വാൾട്ടർ സട്ടൺ ആൻഡ് തിയോഡർ ബോവറി. സട്ടൺ ആൻഡ് ബോവറി ഈസ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുക. ഇയർ മറക്കരുത്, 1902 ആണ്. 1902 സട്ടൺ ആൻഡ് ബോവറി ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ഓരോ സെല്ലിലും അല്ലേ, യുക്കാരിയോട്ടിക് സെല്ലിലും എന്തുണ്ട്? യുക്കാരിയോട്ടിക്കയിലും പ്രൊക്കാരിയോട്ടിക്കയിലും ക്രോമസോംസ് ഉണ്ടായിരിക്കും. ക്രോമസോമിൽ എന്തുണ്ട്? DNA ഓർ ജനറ്റിക് മെറ്റീരിയൽ DNA ഓർ RNA ഉണ്ടായിരിക്കും. DNA-ൻ്റെ RNA-ൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക? ജീൻ ഉണ്ടാവുക അല്ലേ. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? ക്രോമസോംസ് ഉണ്ടായിരിക്കും. എത്രയാണ്? ഓട്ടോസോംസിലാണെങ്കിൽ അല്ലേ, നമ്മുടെ സൊമാറ്റിക് സെല്ലിലാണെങ്കിൽ സൊമാറ്റിക് സെല്ലിലെ ക്രോമസോം നമ്പർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ 46, റിപ്രൊഡക്റ്റീവ് സെല്ലിലെന്ന് പറഞ്ഞാൽ 23 അല്ലേ. അപ്പോൾ ക്രോമസോംസ് ഉണ്ടായിരിക്കും. ഈ ക്രോമസോംസിലൊക്കെ ആയിട്ട് മില്യൺസ് ഓഫ് DNA ഉണ്ടാവും. ഈ DNA-ൻ്റെ ഉള്ളിൽ അതിലധികം ജീൻസ് ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് സട്ടൺ ആൻഡ് ബോവറിയുടെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിൽ പറയുന്നത്? നമ്മുടെ മെൻ്റൽ കണ്ടെത്തിയ അതേ ഒബ്സർവേഷൻസ് തന്നെ. ഓക്കെ, എന്താണ് അതിൽ പറയുന്നത്? ക്രോമസോംസ് ആർ ദി
വെഹിക്കിൾസ് ഓഫ് ഹെറിഡിറ്റി, ഹെറിഡിറ്റിയുടെ ക്യാരിയേഴ്സാണ്, വെഹിക്കിൾസാണ് ക്രോമസോം എന്ന് പറയുന്നത്. കറക്റ്റ് ആണ് അല്ലേ? ജീൻ എന്ന് പറഞ്ഞ പോലെ, ഫാക്ടർ എന്ന് പറഞ്ഞതുപോലെ, മെൻ്റൽ ഫാക്ടർ ജീൻ എന്ന് പറഞ്ഞു. ഇവിടെ ഇവർ പറഞ്ഞത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്, ക്രോമസോംസ് ആർ ദി വെഹിക്കിൾസ് ഓഫ് ഹെറിഡിറ്റി എന്ന് പറഞ്ഞു. പിന്നെ 2 ഐഡൻറ്റിക്കൽ ക്രോമസോംസ് ഫോം എ ഹോമോലോഗസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹോമോസൈഗസ് കണ്ടീഷൻ അല്ലേ? ഹോമോലോഗസ് പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മൈറ്റോസിസ് മിയോസിസ് ഒക്കെ പറഞ്ഞപ്പോൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഹോമോലോഗസ്? ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു പെയർ അല്ലേ? 2 ഐഡൻറ്റിക്കൽ ക്രോമസോം, ഒരുപോലെയുള്ള 2 ക്രോമസോംസ് ഇനിയാണ് നമ്മൾ എന്ത് പറയുക? ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുക. അൺഐഡൻറ്റിക്കൽ ആയിട്ടുള്ളവരെ, നോൺ ഐഡൻറ്റിക്കൽ ആയവരെ എന്ത് പറയും? നോൺ ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ നെക്സ്റ്റ് പോയിന്റ് ആണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിൽ 2 ഐഡൻറ്റിക്കൽ ക്രോമസോംസ് ഫോം എ ഹോമോലോഗസ് പെയർ. ഓക്കെ, ഈ ഹോമോലോഗസ് ആയിട്ടുള്ള പെയർ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി അല്ലേ? അതും ഐഡൻറ്റിക്കലാണ്, അതിൻ്റെ റിസസീവ് അല്ലെന്ന് മാത്രം. ഈ ഹോമോലോഗസ് പെയർ സെഗ്രിഗേറ്റ് ഡ്യൂറിങ് ഗ്യാമേറ്റ് ഫോർമേഷൻ. ഗ്യാമേറ്റ് ഫോർമേഷൻ്റെ സമയത്ത് ഇപ്പോൾ ഒരു ക്യാപിറ്റൽ ടി ഫീനോടൈപ്പ് ടോള്, ഓക്കെ, ഇതിനെ പാരൻ്റ് ആണെന്ന് വിചാരിക്കുക, ഒരു പാരൻ്റ്. അതിൻ്റെ ഗ്യാമറ്റ് ഫോർമേഷൻ, അതായത് മിയോസിസ് നടക്കുന്ന സമയത്ത് എത്രയുണ്ടാവുക? ഒരു ഗ്യാമേറ്റ്സേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് മെൻ്റൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ലോ ഓഫ് സെഗ്രിഗേഷനിൽ പറഞ്ഞു. ഫാക്ടേഴ്സ് മേക്കിംഗ് എ പെയർ ഈസ് സെഗ്രിഗേറ്റഡ് ഡ്യൂറിങ് ഗ്യാമറ്റ് ഫോർമേഷൻ. ഇവിടെ ഫാക്ടറിന് പകരം ക്രോമസോമിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് മാത്രം. അപ്പോൾ ഹോമോലോഗസ് പെയർ സെഗ്രിഗേറ്റഡ് ഡ്യൂറിങ് ഗ്യാമറ്റ് ഫോർമേഷൻ. ഓക്കെ, ഇനി ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റിനോട് മെൻ്റലിൻ്റെ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ലോണ്ട് സിനോണിമായിട്ടുള്ള 4ാമത്തെ പോയിന്റ്, ഇൻഡിപെൻഡൻറ്റ് പെയേഴ്സ് സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി. അപ്പോൾ നമ്മൾ മെൻ്റലിൻ്റെ അതേ ഏകദേശം സിമിലർ ആയിട്ടുള്ള അതേ ഫൈൻഡിങ്സ് തന്നെയാണ് സട്ടൺ ആൻഡ് ബോവറി പറഞ്ഞത്, വാൾട്ടർ സട്ടൺ ആൻഡ് തിയോഡർ ബോവറി പറഞ്ഞത് 1902. അപ്പോൾ എന്താണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ചോദിച്ചാൽ ഈ 4 പോയിന്റ്സ് ആണ് പറയേണ്ടത്. എന്താണ്? ക്രോമസോംസ് ആർ vehicles of heredity, 2 identical chromosome form homologous pairs segregate during gamete formation, and independent pairs segregate independently. That's all about the chromosomal theory of inheritance. Okay, ഈ സട്ടൺ ആൻഡ് ബോവറി 1902 പ്രൊപ്പോസ് ചെയ്ത ക്രോമസോമൽ തിയറിക്ക് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സയൻറ്റിസ്റ്റ് തോമസ് ഹണ്ട് മോർഗൻ. ആരാണ്? TH മോർഗൻ ആണ്. അദ്ദേഹം കുറേ എക്സ്പെരിമെൻറ്റുകൾ നടത്തി. ഫ്രൂട്ട് ഫ്ലൈ എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ പഴയിച്ച അല്ലേ? അതിൻ്റെ പേര് സുവോളജിക്കൽ നെയിമാണ് ഡ്രോസോഫില്ല മെലനോഗാസ്റ്റർ. ഡ്രോസോഫില്ല എന്ന് പറയും. ഡ്രോസോഫില്ല മെലനോഗാസ്റ്റർ എന്നാണ് നമ്മുടെ ഫ്രൂട്ട് ഫ്ലൈയുടെ പേര്. അദ്ദേഹം ഏതാണ് എക്സ്പെരിമെൻ്റ് നടത്തിയത്? TH മോർഗൻ എക്സ്പെരിമെൻറ്റിൽ നടത്തിയത് ഫ്രൂട്ട് ഫ്ലൈയിലാണ്. ഫ്രൂട്ട് ഫ്ലൈയിൽ കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ പറഞ്ഞു. മെൻ്റൽ പ്ലാന്റിൽ പിസം സറ്റൈവത്തിൽ എക്സ്പെരിമെൻ്റ് നടത്തി. വൈ ഹി ചൂസ് പിസം സറ്റൈവം ഫോർ ഹിസ് എക്സ്പെരിമെൻ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ TH മോർഗൻ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്ത ആളാണ്. ആരെ പ്രൊപ്പോസ് ചെയ്തത്? സട്ടൺ ആൻഡ് ബോവറി അല്ലേ? ആരാണ് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ചോദിച്ചാൽ TH മോർഗനാണ്. അദ്ദേഹം പ്രൂവ് ചെയ്ത ഓർഗാനിസം ഏതാണെന്ന് ചോദിച്ചാൽ ഡ്രോസോഫില്ല മെലനോഗാസ്റ്റർ ഓർ ഫ്രൂട്ട് ഫ്ലൈ ആണ്. എന്തുകൊണ്ടാണ് TH മോർഗൻ ഡ്രോസോഫിലയെ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിനെ സെലക്ട് ചെയ്തത്? അതിന് കുറേ കാരണങ്ങളുണ്ട്. എന്താണ് കാരണങ്ങൾ? എന്താണ് കാരണങ്ങളെന്ന് നമുക്ക് പറയാം അല്ലേ? അതായത് ഡ്രോസോഫില എന്ന് പറയുന്ന ഒരു ചെറിയ, അതായത് ഒരു പഴം നന്നായി പഴുത്തതുണ്ടെങ്കിൽ, മാമ്പഴം ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ കാണാം ഈ പഴയിച്ചേനെ അല്ലേ? അപ്പോൾ എന്താണ് ഡ്രോസോഫിലയുടെ പ്രത്യേകതകൾ എന്ന് പറയാം. അതായത് ദേ ക്യാൻ ഗ്രോ ഓൺ സിമ്പിൾ, അധികം വലിയ കൾച്ചർ മീഡിയം ഒന്നും സിന്തറ്റിക് മീഡിയം ഒന്നും വേണ്ട, സിമ്പിളായിട്ടുള്ള സിന്തറ്റിക് മീഡിയത്തിലും നമുക്കിതിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ലൈഫ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്, 12 to 14 ഡേയ്സേ ഉള്ളൂ. ബ്രീഡിങ് ക്യാൻ ബി ഡൺ ത്രൂ ഔട്ട് ദി ഇയർ, ഒരു വർഷം മുഴുവൻ അതിൽ ബ്രീഡിങ് നടത്താം അല്ലേ? അതിൻ്റെ ഡ്യൂറേഷൻ എത്രയേ ഉള്ളൂ. അപ്പോൾ ബ്രീഡിങ് ചെയ്യാനുള്ള സമയം കുറേ ഉണ്ടായിരിക്കും. വർഷത്തിൽ മൊത്തം അതിനെ കുറേ സമയം നമുക്ക് ബ്രീഡിങ് നടത്താം. എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ ഒരു വർഷമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഹൺഡ്രഡ്സ് ഓഫ് പ്രോജനി, ഒരു മേറ്റിംഗ് വഴി നമുക്കറിയാം, ഒരു പഴയച്ചിൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഒരിക്കലും കാണില്ല, കുറേ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ റിപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് പ്രോജനീസ് ഓഫ് സ്പ്രിങ്സ് ഉണ്ടായിരിക്കും മേറ്റിങ്ങിൽ. മെയിലിനും ഫീമെയിലിനും ഈസിലി ഡിസ്റ്റിങ്വിഷബിൾ ആണ്. നമുക്ക് വേഗത്തിൽ തരം തിരിച്ചറിയാൻ പറ്റും. ഒരു സിമ്പിൾ ലെൻസ് ഉപയോഗിച്ചിട്ട് നോക്കിയാൽ നമുക്ക് വേഗത്തിൽ അതിനെ ഈസിലി ഡിസ്റ്റിങ്വിഷബിൾ ആണ്. മെയിൽ ഷോർട്ടായിരിക്കും, ഫീമെയിലായിരിക്കും ലാർജർ.
പിന്നെ കുറേ ഹെറിഡിറ്ററി വേരിയേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ കുറേ സെവറൽ പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് നമ്മൾ പയറിലെടുത്തു. അതുപോലെ തന്നെ ഇതിൽ ഐ കളർ, ബോഡി കളർ, വിങ് കളർ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഹെറിഡിറ്ററി വേരിയേഷൻസ് ഉണ്ടായിരിക്കും. അത് നമുക്ക് ഈസിലി ആയിട്ട് ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മൈക്രോസ്കോപ്പ് എടുത്ത് നോക്കുമ്പോൾ ഈസിലി ഡിസ്റ്റിങ്വിഷബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് റീസൺ. ഭയങ്കര സിമ്പിളായിട്ടുള്ള റീസൺസ് ആണ്. പിന്നെ ഒരു പോയിന്റ് കൂടി നമ്മൾ എക്സ്ട്രാ കൂട്ടിച്ചേർക്കണം. ദ ജനറ്റിക് മെക്കാനിസം അല്ലെങ്കിൽ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം. നമുക്ക് ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി ചേർക്കാം. സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം പ്രസൻറ്റ് ഇൻ ഡ്രോസോഫില്ല ഈസ്, നമ്മളിനി പഠിക്കാൻ പോകുന്നതാണ്, ഈസ് സിമിലർ ടു XY മെക്കാനിസം എന്ന് പറയും. ആ മെക്കാനിസത്തിന് ഈ സിമിലർ ടു ആരോട് സിമിലറാണ്? ഹ്യൂമൻ ബീയിങ്സിനോട് സിമിലറാണ്. പിന്നെ എന്താ അടുത്തത് പറയാനുള്ളതെന്ന് വെച്ചാൽ അതിലാകെ 8 ക്രോമസോമേ ഉള്ളൂ. അതായത് 8 ക്രോമസോം എന്ന് പറയുമ്പോൾ നമ്മുടെ 46 പോലെ. അപ്പോൾ ഹാപ്ലോയിഡ് എത്രയാണ്? 4. അപ്പോൾ അത്രയും ക്രോമസോം നമുക്ക് അതിലുള്ള ക്രോമസോംസും അതിലുള്ള ജീനൊക്കെ ഈസി ആയിട്ട് നമുക്ക് സീക്വൻസ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ അതൊക്കെ കാരണമാണ് ഡ്രോസോഫിലേനെ എന്തെടുത്തത്? TH മോർഗൻ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിന് എടുത്തത്. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്, വീണ്ടും പറയേണ്ട ആവശ്യമില്ല. യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദീസ് പോയിൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, അപ്പോൾ എന്താ പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ മെൻ്റലിൻ്റെ വർക്ക് അൺറെക്കഗ്നൈസ്ഡ് ആണല്ലോ. കാരണം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അതേ സെയിം വർക്കുകൾ 1900 ആരൊക്കെയാണ്? 3 സയൻറ്റിസ്റ്റ് ഡിവ്രിസ്, കോറൻസ് ആൻഡ് ഷെമാർക്ക് റീഡിസ്കവേർഡ് ചെയ്തു. 1902 അദ്ദേഹത്തിൻ്റെ സെയിം ഫൈൻഡിങ്സ് തന്നെ, പ്രിൻസിപ്പിൾസ് തന്നെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള പേരിൽ 1902 സട്ടൺ ആൻഡ് ബോവറി പ്രപ്പോസ് ചെയ്തു. ആ പ്രപ്പോസ് ചെയ്ത സട്ടൺ ആൻഡ് ബോവറിയുടെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിനെ എക്സ്പെരിമെൻറ്റിൽ പ്രൂവൺ ചെയ്താരാണെന്ന് ചോദിച്ചാൽ തോമസ് ഹണ്ട് മോർഗൻ, TH മോർഗനാണ്. അദ്ദേഹത്തിന് എക്സ്പെരിമെൻറ്റിനായിട്ട് ഉപയോഗിച്ച വസ്തു ഓർഗാനിസം ഏതാണെന്ന് ചോദിച്ചാൽ ഡ്രോസോഫില്ല മെലനോഗാസ്റ്ററാണ്. എന്തുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്? ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സിമ്പിളാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. എന്താണ് ലിങ്കേജ്, എന്താണ് റീകോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നോട്ടിലേക്ക് പോകാം. ഓക്കെ, എന്താണ് ലിങ്കേജ് എന്നാണ് പറയുന്നത്? ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ലിങ്കിങ് ടുഗദർ. ലിങ്കേജ് എന്ന് പറഞ്ഞാൽ കൂടിയിരിക്കുക, അല്ലേ, ബൈൻഡ് ചെയ്തിരിക്കുക. അതായത് നമ്മുടെ ഇതൊരു ക്രോമസോമാണ്, ഒരു സെറ്റ് ഓഫ് ക്രോമസോം, നമുക്കറിയാം അല്ലേ, ഇതൊരു സെറ്റ് ഓഫ് ക്രോമസോമാണ് നമ്മുടെ. ഈ ക്രോമസോമിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തത് ഡ്രോസോഫിലയാണ്. ഡ്രോസോഫിലയിലെ അദ്ദേഹം കുറേ ക്രോസിങ്ങും ഒക്കെ നടത്തി. നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഓൺലി 2 ക്രോസസ് ആണ്. അപ്പോൾ ആ ക്രോസ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ആ ക്രോസിന് ഉപയോഗിച്ച കുറച്ച് ജീൻസ് ഉണ്ട്. അതായത് ഡ്രോസോഫിലയിലെ ക്രോമസോമിലെ കുറച്ച് ജീൻസ് അദ്ദേഹം സെലക്ട് ചെയ്തു. ഏതൊക്കെയാണ് ആ ജീൻസ് എന്ന് പറയാൻ പോവാണ്. ഫസ്റ്റ് ജീൻ എന്ന് പറയുന്നത് ഇത് 1, 2, 3. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് ഈ ക്രോമസോമിൽ ഈ പൊസിഷനിൽ ഈ ജീനാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മൾ കേട്ടിട്ടുണ്ട് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ഈസ് എ പ്രൊജക്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു സീക്വൻസ് ഓൾ ദ ജീൻസ് പ്രസൻറ്റ് ഇൻ ദ ക്രോമസോംസ് ഓഫ് ദി ഹ്യൂമൻ ബോഡി, അല്ലേ. ഹ്യൂമൻ ബോഡിയിലുള്ള 46 ക്രോമസോംസ് ഉണ്ട്. ഈ ക്രോമസോമിൽ ഓരോ ക്യാരക്ടേഴ്സിനും കാരണമായിട്ടുള്ള ഐ കളറിന്, ഹെയർ കളറിന്, ബോഡി കളറിന്, സ്കിൻ കളറിന്, ഹൈറ്റിന്, ഇതിനൊക്കെ കാരണമായിട്ടുള്ള ജീൻസ്, നമ്മുടെ ലോങ്വിറ്റിക്ക്, ഇതിനൊക്കെ കാരണമായിട്ടുള്ള ജീൻസ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് വഴിയാണ്. അതുപോലെ ഡ്രോസോഫിലയുടെ എല്ലാ ക്രോമസോമും സീക്വൻസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 4 കണ്ടാൽ അതിൻ്റെ ഐഡൻറ്റിക്കൽ പെയേഴ്സ് ആയിരിക്കുമല്ലോ ഡിപ്ലോയിഡ് ആകുമ്പോൾ. ഓക്കെ, XY ഒഴിച്ചിട്ട്, അപ്പോൾ ആ സെക്സ് ക്രോമസോം ഒഴിച്ചിട്ട്, അപ്പോൾ ആ ക്രോമസോമ് അല്ലുള്ള എല്ലാ ക്രോമസോംസും സീക്വൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോഡി കളറിന് കാരണമായിട്ടുള്ള ജീൻ എവിടെയാണ്? ഐ കളറിന് കാരണമായിട്ടുള്ളത് എവിടെയാണ്? പിന്നെ വിങ് സൈസിന് കാരണമായിട്ടുള്ളതെന്ന് നമുക്ക് അറിയാം, ഓൾറെഡി അറിഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, സീക്വൻസ് ചെയ്തതാണ്. അപ്പോൾ ഡ്രോസോഫിലയുടെ ഒന്നാമത്തെ ഈ ഒരു ജീൻ എന്ന് പറയുന്നത് ബോഡി കളറിന് കാരണമായിട്ടുള്ള ജീനാണ്. ഓക്കെ, ബോഡി കളറിന് കാരണമായിട്ടുള്ള ജീൻ. രണ്ടാമത്തെ ജീൻ എന്ന് പറയുന്നത്, അതിൻ്റെ തൊട്ടടുത്തുള്ള രണ്ടാമത്തെ ജീൻ എന്ന് പറയുന്നത് ഐ കളറിന് കാരണമായിട്ടുള്ള ജീനാണ്. ഓക്കെ, മൂന്നാമത്തെ ജീൻ എന്ന് പറയുന്നത്, മൂന്നാമത്തെ ജീൻ എന്ന് പറയുന്നത് കുറച്ച് അകലെയാണ് കാണപ്പെടുന്നത്, അല്ലേ. അകലെ കാണപ്പെടുന്ന ഈ മൂന്നാമത്തെ ജീൻ എന്ന് പറയുന്നത് ഏതാണ്? വിങ് സൈസിന് കാരണമായിട്ടുള്ളതാണ്. വിങ് സൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറുകിൻ്റെ സൈസിന്. ഓക്കെ, അപ്പോൾ ബോഡി കളറ്, ഐ കളറ്, ഇതിനൊക്കെ എന്താണ്? ഡോമിനൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും, റിസസീവ് ക്യാരക്ടർ ഉണ്ടാവും, അല്ലേ. ഡോമിനൻറ്റ് ക്യാരക്ടേഴ്സിനെ നമ്മളിവിടെ പറയുക വൈൽഡ് ടൈപ്പ് എന്നാണ്. റിസസീവ് ക്യാരക്ടേഴ്സും
ഓക്കെ. അപ്പോൾ ഡോമിനൻ്റ് ഓർ വൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അല്ലേ. അപ്പോൾ ബോഡി കളറിൽ എന്താണ് ബ്രൗൺ ബോഡി എന്ന് പറയുന്നതാണ് ഡോമിനൻ്റ് കളർ. ഓക്കെ. അപ്പോൾ എന്താണ് അതിൻ്റെ റിസസീവ് കളർ എന്ന് പറഞ്ഞാൽ യെല്ലോ ബോഡീഡ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വൈ എന്നാണ് റിസസീവിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ബ്രൗണിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? പ്ലസ് സിമ്പിൾ ഇൻഡിക്കേറ്റ്സ് ദ ഡോമിനൻറ്റ് ടൈപ്പ്. ഓക്കെ. അല്ലെങ്കിൽ അത് വൈൽഡ് ടൈപ്പ് ആണെന്ന് പറയുന്നതാണ്. അപ്പോൾ പ്ലസ് ടൈപ്പ് ഉള്ളത് എന്തായിരിക്കും? ഡോമിനൻ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഐ കളർ എന്ന് പറയുന്നത് വൈറ്റ് ഐഡ് ഉണ്ട്, റെഡ് ഐ ഉണ്ട്. റെഡ് ഐ കളർ എന്ന് പറയുന്നതാണ് ഇവിടെ ഡോമിനൻ്റ് ക്യാരക്ടർ ഓർ വൈൽഡ് ടൈപ്പ്. വൈറ്റ് ഐ കളർ എന്ന് പറയുന്നതാണ് ഇവിടെ റിസസീവ്. അപ്പോൾ നമ്മൾ സ്മോൾ ലെറ്റർ ഡബ്ല്യു ഉപയോഗിച്ചാൽ അത് ഇതിനെ വൈറ്റ് ഐ കളർ റിസസീവ് ക്യാരക്ടറിനെ. അപ്പോൾ എന്തായിരിക്കും റെഡ് ഐ? നമ്മൾ വൈൽഡ് ടൈപ്പിന് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഡോമിനൻ്റ് ടൈപ്പിന് പ്ലസ് ചേർക്കും, W+. ഓക്കെ. ഇനി വിങ് സൈസ് എന്ന് പറയുന്നത് ലാർജ് വിങ്ഡ് ആയിട്ടുള്ള ഡ്രോസോഫില ഉണ്ട്. എന്താ മിനിയേച്ചർ എന്ന് പറയുന്നത് എന്താ? സ്മോൾ സൈസ് അല്ലേ. സ്മോൾ സൈസുള്ള വിങ്ങുള്ളവരുണ്ട്. അപ്പം മിനിയേച്ചറിൻ്റെ M എടുത്തു. ഓക്കെ. ഇതാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ജീനോടൈപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ. അപ്പോൾ വൈൽഡ് ടൈപ്പ് അല്ലെങ്കിൽ ഡോമിനൻ്റ് ടൈപ്പിനെ നമ്മൾ എന്ത് പറയും? M+. ക്ലിയർ ആയല്ലോ. ഈ 3 ക്യാരക്ടേഴ്സ് ഉള്ള ക്രോസ് ആണ്. നമ്മളെ കുറേ ക്രോസ് നടത്തിയിട്ടുണ്ട്. അതിലും ഈ 2 ക്രോസിന് നമുക്ക് ഈ 3 ക്യാരക്ടേഴ്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ TH മോർഗൻ ഡ്രോസോഫിലയിൽ കുറേ ക്രോസസ് നടത്തി. നമ്മൾക്കിവിടെ പഠിക്കുന്നത് ഓൺലി 2 ക്രോസസ് ആണ്. അത് വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. അത് എന്തിനാണ് 2 ക്രോസ് പഠിക്കുന്നതെന്ന് വെച്ചാൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലായത് അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ പറയുമ്പോൾ മനസ്സിലാവും, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എന്താണ് ഡ്രോസോഫിലയുടെ ക്രോമസോമിലെ 3 ജീനാണ് ലൊക്കേറ്റ് ചെയ്തത്. 3 ക്യാരക്ടേഴ്സിന് കാരണമായിട്ടുള്ള ജീൻ. ആദ്യത്തെ ജീൻ എന്ന് പറയുന്നത് ബോഡി കളറിന് കാരണമായിട്ടുള്ള ജീനാണ്. ബോഡി കളറിന് കാരണമായിട്ടുള്ള ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെല്ലോ ബോഡീഡ് എന്ന് പറഞ്ഞാൽ റിസസീവ് കളറാണ്. അതിൻ്റെ സിമ്പിൾ എന്തിനാ അത് ഫസ്റ്റ് പറയണതെന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന സിമ്പിൾ യെല്ലോ അല്ലേ. അപ്പോൾ യെല്ലോ എന്ന് പറയുന്നത് ഡോമിനൻറ്റിൻ്റെ സിമ്പിൾ അല്ല. വൈ എന്ന് പറയുന്നത് യെല്ലോ ബോഡി ഈസ് എ റിസസീവ് ക്യാരക്ടർ ആൻഡ് സിമ്പിൾ ഈസ് വൈ. ആ വൈക്ക് പ്ലസ് ചേർത്താലാണ് അതിൻ്റെ ഡോമിനൻ്റ് ക്യാരക്ടർ ബ്രൗൺ. അപ്പോൾ ബ്രൗണിനെ നമ്മളെങ്ങനെ എഴുതുക? B എന്നല്ല എഴുതുക, Y+, എന്ന് എഴുതും. ഓക്കെ. അപ്പോൾ എഴുതുന്നത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എക്സാമിന് അങ്ങോട്ട് പേപ്പറിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ ബോഡി കളർ യെല്ലോ ബോഡി ഈസ് എ റിസസീവ് കളർ ആൻഡ് ദ സിമ്പിൾ ഈസ് YY. എങ്കിൽ അതിൻ്റെ ഡോമിനൻറ്റ് കളർ ഓർ വൈൽഡ് ടൈപ്പ് ഈസ് ബ്രൗൺ Y+. ക്ലിയർ ആയല്ലോ. ഇനി ഐ കളർ എന്ന് പറയുന്നത് വൈറ്റ് ഐ ആണ്. വൈറ്റ് ഐ സിമ്പിൾ അപ്പോൾ എന്തായിരിക്കും? WW. എങ്കിൽ അതിൻ്റെ റെഡ് ഐ ആണ് അതിൻ്റെ ഡോമിനൻ്റ് ക്യാരക്ടർ ഓർ വൈൽഡ് ടൈപ്പ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് W+. ഓക്കെ. വിങ് സൈസ് എന്ന് പറയുന്നത് മിനിയേച്ചർ സൈസ് വിങ് ആണ്, റിസസീവ് ക്യാരക്ടർ MM. ആൻഡ് അതിൻ്റെ ഡോമിനൻ്റ് ടൈപ്പ് ഓർ വൈൽഡ് ടൈപ്പ് എന്ന് പറയുന്നത് M+. ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയാണ് അദ്ദേഹം ഡ്രോസോഫിലയിലെടുത്ത 3 ക്യാരക്ടേഴ്സ്. അതിൻ്റെ ഡോമിനൻ്റ് ഓർ വൈൽഡ് ടൈപ്പ്, റിസസീവ് ടൈപ്പ്, ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഒന്നും നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ഒരു കാര്യം കൂടി ഇവിടെ നോട്ട് ചെയ്യാനുണ്ട്. ആദ്യത്തെ 2 ജീൻ എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര അടുത്താണ്, എന്നാൽ മൂന്നാമത് ഇരിക്കുന്നത് ഫാർ അവേ ആണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ 2 ജീൻസ് എന്ന് പറയുന്നത് ക്ലോസ്ലി പാക്ഡ് ആണ്, 1ഉം 3ഉം ലൂസ്ലി പാക്ഡ് ആണ്. അല്ലെങ്കിൽ 2ഉം 3 എടുത്താലും ഭയങ്കര ലൂസ്ലി പാക്ഡ് ആണ്. ലൂസ്ലി പാക്ഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അകന്നായിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ വേർഡ്സ് മറക്കരുത്. 1, 2 ജീൻസ് ആർ ക്ലോസ്ലി പാക്ഡ് ആൻഡ് 1, 3 ജീൻ അല്ലെങ്കിൽ 2, 3 ജീൻസ് ആർ ലൂസ്ലി പാക്ഡ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ലിങ്കേജിലേക്ക് പോകാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് മനസ്സിലാക്കുക. ഇനി നമ്മൾ ലിങ്കേജ് എന്താണെന്ന് പറയാൻ പോവാണ്. ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് 2 or more ജീൻസ് ഓൺ ക്രോമസോംസ്. അതായത് ഒരു ക്രോമസോമിലുള്ള 2 അതിൽ കൂടുതലോ ജീൻസിൻ്റെ ഫിസിക്കൽ അസോസിയേഷനെ പറയുന്ന പേരാണ് ലിങ്കേജ്. അതായത് ഈ 2 ജീനിൻ്റെ ഫിസിക്കൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഈ 2 ജീൻസിൻ്റെ ഫിസിക്കൽ അസോസിയേഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് ലിങ്കേജ്? ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് 2 or more ജീൻസ് ഓൺ ക്രോമസോം. ഒരു ക്രോമസോമിലെ 2ൽ കൂടുതൽ ജീൻസിൻ്റെ ഫിസിക്കൽ അസോസിയേഷനെ പറയുന്ന പേരാണ് ലിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ജീൻസും തമ്മിലുള്ള ഫിസിക്കൽ അസോസിയേഷൻ. ഓക്കെ, അപ്പം നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ക്ലോസ്ലി പാക്ഡ് ജീൻ ഷോസ് മോർ റീകോമ്പിനേഷൻ. അതായത് ഒരു ഇൻഡിവിജ്വൽ ക്രോമസോമിലെ ജീനുകൾ തമ്മിൽ
എന്താണ് ഒരു ഇൻഡിവിജ്വൽ ക്രോമസോമിലെ ജീനുകൾ തമ്മിൽ ഇങ്ങനെ ലിങ്ക് ചെയ്തു. അപ്പോൾ എന്താ ഉണ്ടാവുക? വേരിയേഷൻ ഉണ്ടാവുമോ? ഇല്ല. 2 ക്രോമസോമിലെ ജീനുകൾ തമ്മിലാണ് ലിങ്ക് ചെയ്യുന്നത് എങ്കിൽ വേരിയേഷൻസിന് കാരണമാവും. ഇൻഡിവിജ്വൽ ക്രോമസോമിലെ ജീനുകൾ തമ്മിൽ എന്താ ചെയ്ത് ലിങ്ക് ചെയ്താൽ എന്താ ഉണ്ടാവുക? ലിങ്കേജ് സംഭവിച്ചാൽ റീകോമ്പിനേഷനും വേരിയേഷനും ഉണ്ടാവോ? ഇല്ല. അപ്പോൾ എന്താ? ലിങ്കേജ് റീകോമ്പിനേഷൻ കുറയ്ക്കും. ക്ലിയർ ആയല്ലോ? ലിങ്കേജ് റീകോമ്പിനേഷൻ ആൻഡ് വേരിയേഷൻ കുറയ്ക്കും. അപ്പോൾ ഈ റീകോമ്പിനേഷനും വേരിയേഷനും എങ്ങനെയാണ് ഉണ്ടാവുക? മെൻ്റലിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, സെഗ്രിഗേഷൻ നടക്കും അല്ലേ? ഫാക്ടേഴ്സ് മേക്കിംഗ് എ പെയർ, അതായത് ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇത് സെഗ്രിഗേറ്റഡ് ഡ്യൂറിങ് ഗ്യാമറ്റ് ഫോർമേഷൻ. ഇവിടെ ഈ ടി ഉണ്ടാവും, ഇവിടെ ടി ഉണ്ടാവും. 2 പാരൻ്റ് 1 പാരൻ്റ് 2 അല്ലേ? ഫാദറും മദറും. അപ്പോൾ ഇവർ കൂടി ചേർന്ന് F1 ഹൈബ്രിഡ് ഉണ്ടായി ക്യാപിറ്റൽ. അപ്പോൾ എന്താ ഇവിടെ സെഗ്രിഗേഷൻ നടന്നു. ഈ പിന്നെ ഡൈഹൈബ്രിഡ് ക്രോസ് ആണെങ്കിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അല്ലേ? ക്യാപിറ്റൽ ടി ആറാണെങ്കിൽ ഇവിടെ 2 ക്യാരക്ടേഴ്സ് വന്നു അല്ലേ? ഈ 2 ക്യാരക്ടേഴ്സും എന്ത് ചെയ്തു? TTRR ആയി. ഇനി ഇവർ F1 ഹൈബ്രിഡ് F2 ഹൈബ്രിഡ് ഉണ്ടാക്കാനായിട്ട് മേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഇൻഡിപെൻഡൻ്റ്ലി അസോർട്ട് ചെയ്യുക അല്ലേ? ഈ ഗ്യാമേറ്റ്സുകളൊക്കെ ഇൻഡിപെൻഡൻ്റ്ലി അസോർട്ട് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കാം, ഇങ്ങനെ ഗ്യാമേറ്റ്സുകൾ തമ്മിൽ ഇൻഡിപെൻഡൻ്റ്ലി ഇങ്ങനെ അസോർട്ട് ചെയ്താലാണ് വേരിയേഷനും റീകോമ്പിനേഷനും ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ്? റീകോമ്പിനേഷൻ ഈസ് ഡ്യൂ ടു എന്തുകൊണ്ടാണ്? ഗ്യാമേറ്റ്സുകളുടെ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് മൂലമാണ്. ഓക്കെ, അപ്പോൾ 2 പാരൻസിൻ്റെ ഗ്യാമേറ്റ്സുകൾ ഇൻഡിപെൻഡൻ്റ്ലി അസോർട്ട് ചെയ്യണം. 2 പാരൻസിൻ്റെ. ഇവിടെ ഒരു ക്രോമസോമിലെ ജീനുകൾ തമ്മിലാണ് ഫിസിക്കൽ അസോസിയേഷൻ നടത്തുന്നത്, ലിങ്കേജ് ഉണ്ടാവുന്നത്. അപ്പോൾ ലിങ്ക്ഡ് ജീൻസ്, ഒരു ക്രോമസോമിലെ ജീനുകൾ ലിങ്ക്ഡ് ജീൻസ് ഉണ്ടെങ്കിൽ റീകോമ്പിനേഷൻ കുറയും അല്ലേ? വേറൊരു ക്രോമസോമിലെ ജീനായിട്ട് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഒരേ സെയിം ക്രോമസോമിൽ തമ്മിലുള്ള ജീനുകൾ തമ്മിൽ ലിങ്ക് ചെയ്താൽ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് സംഭവിക്കില്ല. ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് സംഭവിച്ചില്ലെങ്കിൽ, സെഗ്രിഗേഷനും ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റും ഒന്നും സംഭവിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? റീകോമ്പിനേഷൻ കുറയും. മനസ്സിലായോ? റീകോമ്പിനേഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് ഉണ്ടാവണം. പക്ഷേ ലിങ്ക്ഡ് ജീൻ ഡു നോട്ട് ഷോ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ്. ഈ ലിങ്ക് ചെയ്ത ജീനുകൾ ഇൻഡിപെൻഡൻ്റ്ലി അസോർട്ട് ചെയ്യില്ല. അപ്പോൾ എന്താണ്? Linked gene do not show independent assortment. If there is no independent assortment, recombination is not happen, and recombination and also variation is not happen. Clear ആയല്ലോ പോയിന്റ്സ്? ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? ഈ ഒരു ക്രോമസോമിൽ 2 ജീനുകൾ തമ്മിൽ ലിങ്ക് ചെയ്താൽ ലിങ്ക്ഡ് ജീൻ എന്ന് പറയും, അതിനെ ലിങ്കേജ് എന്ന് പറയും. ലിങ്കേജ് റിസൾട്ട്സ് ഇൻ എന്താണ്? ലിങ്കേജ് റീകോമ്പിനേഷൻ കൂട്ടോ കുറയ്ക്കുമോ? റീകോമ്പിനേഷൻ കുറയ്ക്കും അല്ലേ? അപ്പോൾ എന്താ പിന്നെന്താ പറഞ്ഞത്? റീകോമ്പിനേഷൻ ഈസ് കോസ്ഡ് ഡ്യൂ ടു ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ്. പക്ഷേ ലിങ്ക്ഡ് ജീൻ ഡു നോട്ട് ഫോളോ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ്. സോ ലിങ്ക്ഡ് ജീൻ ഡു നോട്ട് ഷോ എന്താണ്? ലിങ്ക്ഡ് ജീൻസിൽ റീകോമ്പിനേഷൻസ് കുറവായിരിക്കും. റീകോമ്പിനേഷൻ കുറവായതുകൊണ്ട് വേരിയേഷനും കുറവായിരിക്കും. ഇത്രയും പോയിൻറ്റ്സ് ക്ലിയർ ആയോ? എങ്കിൽ നമുക്ക് ലിങ്കേജിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഓക്കെ, ഇത്രയും പറഞ്ഞത് മനസ്സിലായെങ്കിൽ നമുക്ക് എന്താ ലിങ്കേജ് എന്ന് പറയാം. ഓക്കെ, എന്താണ് ലിങ്കേജ്? ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് 2 or more ജീൻസ് ഓൺ ക്രോമസോംസ്. ഒരു ക്രോമസോമിലെ 2-ൽ കൂടുതൽ ജീനുകൾ തമ്മിലുള്ള ഫിസിക്കൽ അസോസിയേഷൻ ഡെഫിനിഷൻ പഠിക്കുക. ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് 2 or more ജീൻസ് ഓൺ ക്രോമസോം. ഓക്കെ, അപ്പോൾ ഹി സെലക്റ്റഡ് 3 type ഓഫ് ക്യാരക്ടേഴ്സ്. 3 ക്യാരക്ടേഴ്സ് ആണ് സെലക്ട് ചെയ്തത്. 3 ഫിനോടൈപ്പ് ആണ് സെലക്ട് ചെയ്തത്. ഏതൊക്കെയാണ്? ബോഡി കളർ. ഏതാ ബോഡി കളർ? റിസസീവ്, യെല്ലോ ബോഡിയുടെ റിസസീവ് ആണ്. അപ്പോൾ ലെറ്റർ എടുത്തു വൈ ആൻഡ് അതിൻ്റെ വൈൽഡ് ടൈപ്പ് ആണ് Y+Y+. ഏതാണ് വൈൽഡ് ടൈപ്പ് അല്ലെങ്കിൽ ഡോമിനൻ്റ് ക്യാരക്ടർ? ഏതാണ്? ബ്രൗൺ ബോഡീഡ്. യെല്ലോ ബോഡീഡ് റിസസീവ്, അതിൻ്റെ ഡോമിനൻ്റ് ക്യാരക്ടറാണ് ബ്രൗൺ ബോഡീഡ്, റെപ്രസെൻറ്റഡ് ബൈ Y+Y+. ഐ കളർ എന്ന് പറയുന്നത് യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ആണ് റിസസീവ് ക്യാരക്ടർ. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ WW ആണ്. എങ്കിൽ വൈറ്റ് ഐൻ്റെ ഡോമിനൻ്റ് ക്യാരക്ടറാണ് റെഡ് ഐ എന്ന് പറയുന്നതാണ് ഡോമിനൻ്റ് ക്യാരക്ടർ, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എന്താണ്? R+R+ അല്ലാട്ടോ. വൈറ്റ് ഐൻ്റെ ഡോമിനൻ്റ് എന്ന് പറഞ്ഞാൽ W+W+. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സിമ്പിൾ എടുക്കുന്നത്. ഓക്കെ, ഇനി വിങ് സൈസ് എന്ന് പറയുന്നത് മിനിയേച്ചർ സൈസ്ഡ് വിങ്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് MM ആൻഡ് അതിൻ്റെ ഡോമിനൻ്റ് ക്യാരക്ടറാണ് ലാർജ് സൈസ്ഡ് M+. ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പോൾ 3 ജീനാണ് എടുത്തത്. ഏതൊക്കെയാണ്? പ്ലസ് ആണ് അല്ലേ? പ്ലസ് ആകുമ്പോൾ നമുക്ക് ഡോമിനൻ്റ് വൈൽഡ് ടൈപ്പ് ഒരു ഫിമെയിൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? വൈൽഡ് ടൈപ്പ് ഫിമെയിൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ TH മോർഗൻ എക്സ്പെരിമെൻറ്റ് നടത്തിയത്
സെക്സ് ക്രോമസോമിലാണ്. എന്താ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്? XX ഇൻ ഫിമെയിൽ ആൻഡ് XY ഇൻ മെയിൽ. കേട്ടാ, ഓട്ടോസോമിലല്ല നടത്തിയത്. ഡ്രോസോഫില്ലയുടെ മെയിൽ ആൻഡ് ഫിമെയിലിലെ സെക്സ് ക്രോമസോമിലാണ് അദ്ദേഹം നടത്തിയത്. ഡ്രോസോഫില്ലയിലെ സെക്സ് ക്രോമസോമിലാണ് ഈ 3 ജീൻ കാണുന്നത്. ഏത് ജീൻ? ബോഡി കളറിന് കാരണമായിട്ടുള്ള ജീൻ, ഐ കളറിന് കാരണമായിട്ടുള്ള ജീൻ, വിങ് സൈസിന്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ക്രോമസോമാ? XX ആണ്. ഇത് എന്തുകൊണ്ടാണ് XX എന്ന് പറയാൻ കാരണം? ഇത് ഫിമെയിലാണ് അല്ലേ? ഫിമെയിലാണ് XX XY. എങ്കിൽ നമുക്ക് മെയിൽ എങ്ങനെയാണ് എഴുതാമെന്ന് നോക്കാം കേട്ടോ. മെയിൽ എങ്ങനെ എഴുതുമെന്ന് നമുക്ക് പറയാം. അതിന് മുൻപ് ഏതാണിത്? ഇത് വൈൽഡ് ടൈപ്പാണ്. വൈൽഡ് ടൈപ്പ് ആകുമ്പോൾ നമ്മൾ എടുത്തത് ഏതാണ്? Y+ എന്ന് പറഞ്ഞാൽ യെല്ലോൻ്റെ ഓപ്പോസിറ്റ് ബ്രൗൺ ബോഡീസ്. ആൻഡ് വൈറ്റ് ഐഡിൻ്റെ ഓപ്പോസിറ്റ് ഡോമിനൻ്റ് ക്യാരക്ടറാണ് ഏതാണ്? റെഡ് ഐഡ്. ആൻഡ് ഇത് മിനിയേച്ചർ വിങ്ഡ് ആണ്. റിസസീവ് ഇത് വൈൽഡ് ടൈപ്പ് ആവുന്നതുകൊണ്ട് ലാർജ് സൈസ്. ഈ 3 ക്യാരക്ടേഴ്സ് എടുത്തു. അപ്പോൾ അതിൻ്റെ റിസസീവ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ യെല്ലോ ബോഡീഡ്, വൈറ്റ് ഐഡ്, മിനിയേച്ചർ വിങ്ഡ്, ഫിമെയിൽ. ഓക്കെ, ഇനി നമുക്കിതിന് മെയിലായിട്ട് എഴുതാം. ഇത് രണ്ടും ഫീമെയിൽ അല്ല എഴുതിയത്. മെയിലിന് എങ്ങനെ എഴുതാം? മെയിലിന് എഴുതുമ്പോൾ നമുക്കറിയാം മെയിലിന് X ആൻഡ് Y ക്രോമസോമാണുള്ളത് അല്ലേ? അപ്പോൾ X ക്രോമസോമിൽ മാത്രമേ ഈ 3 ജീൻ ഉണ്ടാവുള്ളൂ, Y ക്രോമസോമിൽ ഇല്ല. ഓക്കെ, എന്താണ്? Y ക്രോമസോമിൽ ഇല്ല. എന്തുകൊണ്ടാണ് കാരണം? നമ്മൾ സെക്സ് ഡിറ്റർമിനേഷനിൽ പറയും. നമ്മൾ ഹെൻകിങ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് സ്പെമറ്റോജെനസിസ് നടത്തിയപ്പോൾ എന്താ ഉണ്ടായത്? സ്പെമറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ സ്പേം ഫോർമേഷൻ അല്ലേ? 50% ഓഫ് സ്പേമിന് ന്യൂക്ലിയർ സ്ട്രക്ചർ ഉണ്ട്, 50% ഓഫ് സ്പേമിന് ന്യൂക്ലിയർ സ്ട്രക്ചർ ഇല്ല. ന്യൂക്ലിയർ സ്ട്രക്ചർ ഉള്ള സ്പേമാണ് എക്സ് ബോഡീസ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ X ക്രോമസോം. ന്യൂക്ലിയർ സ്ട്രക്ചർ ഇല്ലാത്ത മെയിൽ ക്രോമസോമാണ് എന്താണ്? XY എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് XY. ഇതിൽ നമ്മൾ ജീൻ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വൈൽഡ് ടൈപ്പ് മെയിലിനെ നമ്മൾ വരയ്ക്കുക എങ്ങനെയാണ്? ഞാൻ ലെറ്റർ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു കേട്ടോ. വൈൽഡ് ടൈപ്പ് ഡിഫറെൻറ്റ് കളർ ഉപയോഗിക്കുന്നില്ല മേലത്തെ പോലെ. ഓക്കെ, അപ്പോൾ ഇത് ഡോമിനൻ്റ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? Y+W+M+ അല്ലേ? അപ്പോൾ ഇതൊക്കെ ഡോമിനൻ്റ് ആണ്. പക്ഷേ ഇതെങ്ങനെ മെയിലായത്? മെയിൽ ക്യാരക്ടർ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദീസ് Y ക്രോമസോം. ഓക്കെ, Y ക്രോമസോം ഉണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വൽ. ഓക്കെ, അപ്പോൾ ഇതെന്താ? വൈൽഡ് മെയിലാണ്. ഇവിടെ എന്തായിരുന്നു? 2 X ക്രോമസോമാണ്. ആ ക്രോമസോമിൽ ജീനുകളൊക്കെ ഏതായിരുന്നു? ഡോമിനൻ്റ് ആയിരുന്നു. അപ്പോൾ ++ ഉള്ളത് ഡോമിനൻ്റ്. അപ്പോൾ വൈൽഡ് ടൈപ്പ് ഫിമെയിലായി. അപ്പോൾ ക്ലിയർ ആയല്ലോ? വൈൽഡ് ടൈപ്പ് മെയിലും വരാം, വൈൽഡ് ടൈപ്പും ഫിമെയിലും വരാം. അപ്പോൾ വൈൽഡ് ടൈപ്പ് മെയിൽ എപ്പോഴാണ് വരാം? ഉള്ള X ക്രോമസോമിലുള്ള ജീനുകൾ ഡോമിനൻ്റ് ആയാൽ അല്ലേ? വൈൽഡ് ടൈപ്പ് ഫിമെയിൽ എപ്പോഴാണ് വരാം? അതിലുള്ള ജീനുകൾ ഡോമിനൻ്റ് ആയി പ്ലസ് ആയാൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി വൈൽഡ് ടൈപ്പ് മെയിൽ എഴുതി നമ്മൾ. ഇനി റിസസീവ് മെയിൽ എഴുതാൻ പോവാണ്. വൈൽഡ് ടൈപ്പ് മെയിൽ എഴുതി റിസസീവ് മെയിൽ എഴുതാൻ പോവാണ് കേട്ടോ. എങ്ങനെ എഴുതും? റിസസീവ് മെയിൽ എഴുതുമ്പോൾ നമ്മൾ പ്ലസ് എഴുതണ്ട. Y, യെല്ലോ ബോഡീസ്, വൈറ്റ് ഐഡ്, മിനിയേച്ചർ വിങ്ഡ്, മെയിൽ അല്ലേ? ഇതെങ്ങനെ മെയിലാണെന്ന് അറിയേണ്ടത്? മെയിലാണെന്ന് എങ്ങനെ അറിയും? നമ്മൾ വരയ്ക്കേണ്ടത് ഇവിടെ Y ക്രോമസോമാണ്. അപ്പോൾ ഈ Y ക്രോമസോം ഉള്ളതാണ് മെയിൽ. ക്ലിയർ ആയല്ലോ? ഇത്രയാണ് നമ്മളെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ആദ്യം ഈ ലിങ്കേജ് നടത്തിയത് TH മോർഗൻ നടത്തിയത്. എന്തുകൊണ്ടാണ് ഇത് ആണ് പെണ്ണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഇത് സെക്സ് ക്രോമസോം എടുത്തത് കൊണ്ടാണ് മെയിൽ ഫിമെയിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അദ്ദേഹം എക്സ്പെരിമെൻറ്റ് നടത്തിയത് സെക്സ് ക്രോമസോമിലാണ്. ഓക്കെ, അപ്പോൾ സെക്സ് ക്രോമസോം ആകുമ്പോൾ അദ്ദേഹം എടുത്ത ക്രോസ് എന്തൊക്കെയാണ് ക്രോസ് ചെയ്തു എന്നുള്ളതിന് നമ്മൾ പറയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എന്താ ലിങ്കേജ് എന്ന് മനസ്സിലായല്ലോ? ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ ഒരു ക്രോമസോമിലെ 2ൽ കൂടുതൽ ജീനുകൾ തമ്മിലുള്ള ഫിസിക്കൽ അസോസിയേഷനെ പറയുന്ന പേരാണ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഈ ലിങ്ക് ചെയ്യുന്ന ജീൻസ് ഡു നോട്ട് ഷോ. നമ്മൾ പറഞ്ഞു ഒരു ക്രോമസോമിലെ ജീനുകൾ തമ്മിൽ ലിങ്ക് ചെയ്താൽ പിന്നെ അവർ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് ഷോ ചെയ്യുന്നില്ല. ലിങ്ക്ഡ് ജീൻ ഡു നോട്ട് ഷോ ഇൻഡിപെൻഡൻ്റ് ലിങ്ക് ചെയ്യുന്ന ജീനുകളിൽ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ റീകോമ്പിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്തുകൊണ്ടാണ്? റീകോമ്പിനേഷൻ കൂടിച്ചേരൽ അല്ലേ? 2 തമ്മിൽ കൂടിച്ചേരൽ. ലിങ്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒന്നിലെ 2 ക്രോമസോമുകൾ തമ്മിൽ കൂടിച്ചേരാം. റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെറൈറ്റീസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുക. അപ്പോൾ എന്താ ഉണ്ടാവുക? വേരിയേഷൻ സംഭവിക്കും. പക്ഷേ ഇവിടെ ഒരു ക്രോമസോമിലെ ജീനുകൾ തമ്മിൽ ലിങ്ക് ചെയ്താൽ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് നടക്കുന്നില്ല. ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് നടക്കുന്നില്ലെങ്കിൽ ഇവിടെ റീകോമ്പിനേഷൻ ലെസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ റീകോമ്പിനേഷൻ എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻ്റ് ആണ്. ഇഫ് ദർ ഈസ് നോ ലിങ്കേജ്, റീകോമ്പിനേഷൻ. ലിങ്കേജ് ഇല്ലെങ്കിൽ
ഇഫ് ദർ ഈസ് മോർ ലിങ്കേജ് കുറയാണെങ്കിൽ റീകോമ്പിനേഷൻ ലെസ് ആയിരിക്കും. ഇഫ് ദർ ഈസ് ലെസ് ലിങ്കേജ് കുറവാണെങ്കിലോ റീകോമ്പിനേഷൻ കൂടുതലായിരിക്കും. ഈ പോയിൻറ്റ്സ് ആർ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഈ പോയിൻ്റ് ഒന്നുകൂടെ. ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ. ഈ പോയിൻറ്റ്സ് അറിയാണ്ട് നമുക്ക് ഒന്നും എഴുതാൻ പറ്റില്ല, വെറുതെ നോക്കിയിരിക്കാം എന്ന് മാത്രം. ഓക്കെ, ക്രോസ്. അപ്പോൾ ഇത് പഠിക്കുക. ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് 2 or more genes on chromosomes. Linked gene do not show independent assortment. Recombination or variation is occurs due to the independent assortment. So linked gene അല്ലെങ്കിൽ if there is more linkage, less recombination. If there is no linkage, more recombination. Okay, vice versa. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണേറ്റ് ആണ്. എന്തുകൊണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതെന്ന് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കരുത്. അതായത് റീകോമ്പിനേഷനും വേരിയേഷനും ഉണ്ടാവണമെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്, അതായത് അച്ഛൻ്റെയും അമ്മേൻ്റെയൊക്കെ ഗ്യാമെറ്റ്സുകൾ ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ്ലി സെഗ്രിഗേറ്റ് ചെയ്ത് അസോർട്ട് ചെയ്യണം. ഓക്കെ, പക്ഷേ ലിങ്ക് ചെയ്ത ജീനുകൾ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് സാധ്യമല്ല. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നടന്നില്ലെങ്കിൽ റീകോമ്പിനേഷനും വേരിയേഷനും ഉണ്ടാവില്ല. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പം നമ്മൾക്ക് പറയാൻ പോവാണ്. ലിങ്കേജ് നടന്നു, ലിങ്കേജ് കൂടുതലാണെങ്കിൽ ഒരു ക്രോമസോമിലെ 2 ക്രോമസോമുകൾ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ക്രോമസോമുകൾ തമ്മിൽ ലിങ്ക് ചെയ്താൽ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നടക്കില്ല, റീകോമ്പിനേഷൻ ഉണ്ടാവില്ല, വേരിയേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രോജനീസ് മോർ സിമിലർ ടു പാരൻ്റൽ ടൈപ്പ് ഓഫ്സ്പ്രിങ്സ്. പാരൻ്റൽ ടൈപ്പ് ഓഫ്സ്പ്രിങ്സിന് എന്താണെന്ന് വെച്ചാൽ ഒരു പാരൻ്റൽ ക്രോമസോമിലെ ജീനുകൾ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് ലിങ്ക് ഉണ്ടായിട്ടുള്ള റിസൾട്ടൻ്റ് ആയിട്ടുള്ള ആൾക്ക് പാരൻ്റൽ ടൈപ്പ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, അല്ലേ? അല്ലെങ്കിൽ അവർക്ക് ലിങ്കേജ് നടന്നില്ല, ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നടന്നു എങ്കിൽ റീകോമ്പിനേഷൻ ഉണ്ടാവും, വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ നോൺ പാരൻ്റൽ ടൈപ്പ് ഉണ്ടാവുക. പക്ഷെ ലിങ്ക് ചെയ്ത ജീനിൽ ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ്സ്, ലിങ്ക് ചെയ്ത ജീൻസ് മോർ പാരൻ്റൽ ടൈപ്പ് ഓഫ്സ്പ്രിങ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ലിങ്ക് ചെയ്ത ജീനുകൾ പാരൻ്റൽ ടൈപ്പ് ഓഫ്സ്പ്രിങ്സാണ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷേ റീകോമ്പിനേഷൻ കൂടുതൽ സംഭവിച്ചവർ റീകോമ്പിനേഷൻ ആരെല്ലാം സംഭവിക്കുക? ലിങ്കേജ് കുറവുള്ളവരിൽ, ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നടന്നവരിൽ. അപ്പോൾ റീകോമ്പിനേഷൻ കൂടുതലുള്ളവരിൽ എന്താ നടക്കുക? നോൺ പാരൻ്റൽ ടൈപ്പ് കോമ്പിനേഷനാണ് അല്ലെങ്കിൽ നോൺ പാരൻ്റൽ ജീൻ കോമ്പിനേഷനുള്ള ഓഫ്സ്പ്രിങ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ക്ലിയർ ആയല്ലോ? ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ എപ്പോൾ ചോദിച്ചാലും പറഞ്ഞിരിക്കാം. ഒന്ന് പറഞ്ഞപ്പോൾ ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് 2 or more genes on chromosomes. Close linked gene do not show independent assortment. Recombination is occurs due to the independent assortment. If there is no linkage, more recombination. If there is more linkage, no recombination. If there is no linkage, more recombination. If there is more linkage, recombination is less. Okay. അപ്പോൾ ലിങ്കേജ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് പാരൻ്റൽ ടൈപ്പ് ഓഫ് സ്പ്രിങ്സ് ആൻഡ് റീകോമ്പിനേഷൻ റിസൾട്ട്സ് ഇൻ ദ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് റിസൾട്ട്സ് ഇൻ ദ ജനറേഷൻ ഓഫ് നോൺ പാരൻ്റൽ ടൈപ്പ് കോമ്പിനേഷൻ ഉള്ള ഓഫ് സ്പ്രിങ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാണ്. നമ്മൾ പറഞ്ഞു നമ്മൾ DH മോർഗൻ എടുത്തത് ഡ്രോസോഫിലയിലെ 3 ക്യാരക്ടേഴ്സാണ്. ഏതാണ്? ബോഡി കളർ, ഐ കളർ ആൻഡ് വിങ് കളർ. ആൻഡ് ബോഡി കളർ ആൻഡ് ഐ കളർ എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് ബോഡി കളർ, ദെൻ ഐ കളർ, ദെൻ അകന്നിരിക്കുന്ന ഒരാൾ വിങ് സൈസ്. ഇതിൽ ബോഡി കളർ ആൻഡ് ഐ കളർ ക്ലോസ്ലി പാക്ഡ് ജീൻസ് ആണ്. ഓക്കെ, ക്ലോസ്ലി പാക്ഡ് ജീനിൽ ലിങ്കേജ് കൂടുതലായിരിക്കും. പിന്നെ നമ്മുടെ ബോഡി കളർ ആൻഡ് വിങ് സൈസ് എന്ന് പറയുന്നത് അകന്നിരിക്കുന്ന ജീനുകൾ, അവർ തമ്മിൽ ലിങ്ക് ചെയ്താൽ ലിങ്കേജ് എന്താണ്? കുറവായിരിക്കും. പിന്നെ ആരൊക്കെയാണ്? 2ാമത്തെ ജീനും 3ാമത്തെ ജീനും ലിങ്ക് ചെയ്താലും അവരും അകന്നായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ലൂസ്ലി പാക്ഡ് ജീൻ have less recombination and produce non-parental loosely packed gene എന്താ ഉണ്ടാവുക? എന്തായിരിക്കും? ലൂസ്ലി പാക്ഡുള്ള ജീനിൽ റീകോമ്പിനേഷൻ കുറവായിരിക്കും, ലിങ്കേജ് അല്ലേ? ലൂസ്ലി പാക്ഡ് ജീനിൽ എന്താ ഉണ്ടാവുക? ക്ലോസ്ലി പാക്ഡ് ജീൻ ആദ്യം എഴുതാം. ഓക്കെ, ക്ലോസ്ലി പാക്ഡ് ജീനിൽ എന്താ ഉണ്ടാവുക? ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള ജീനാണെന്ന് വിചാരിക്കുക. അടുത്തിരിക്കുന്നവരിൽ അവരിൽ എന്തുണ്ടാവും? മോർ ലിങ്കേജ് കൂടുതലായിരിക്കും. ലിങ്കേജ് കൂടിയാൽ റീകോമ്പിനേഷൻ ലെസ് ആയിരിക്കും, അല്ലേ? അപ്പോൾ എന്താണ് ഉണ്ടാവുക? പാരൻ്റൽ ടൈപ്പ് കൂടുതലായിരിക്കും, നോൺ പാരൻ്റൽ ടൈപ്പ് കുറവായിരിക്കും. അപ്പോൾ ഒന്ന് നോക്കുക. ഫസ്റ്റത്തെ കേസസാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ക്ലോസ്ലി പാക്ഡ് ക്രോസാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ക്ലോസ്ലി പാക്ഡ് ജീൻ തമ്മിലുള്ള ലിങ്കേജിൽ എന്താ സംഭവിക്കുക? റീകോമ്പിനേഷൻ ഈസ് ക്ലോസ്ലി പാക്ഡ് ജീൻ ഹാവ് recombination more
അല്ലേ? റീകോമ്പിനേഷൻ കൂടും. റീകോമ്പിനേഷൻ കൂടിയാൽ ലിങ്കേജ് ക്ലോസ്ലി പാക്ഡ് ജീൻ ഹാവ് മോർ ലിങ്കേജ് ആൻഡ് ശ്രദ്ധിച്ച് പറയാം. ക്ലോസ്ലി പാക്ഡ് ജീൻ ഹാവ് മോർ ലിങ്കേജ് ആൻഡ് ലെസ് റീകോമ്പിനേഷൻ. ഓക്കെ, ലിങ്കേജ് കൂടി റീകോമ്പിനേഷൻ കുറഞ്ഞാൽ ഓസ്പ്രിങ്സിൽ മോർ ആരാ ഉണ്ടായിരിക്കുക? പാരൻ്റൽ ടൈപ്പ് ആയിരിക്കും അല്ലേ? ഓസ്പ്രിങ്സിൽ ലെസ്സേ ഉണ്ടാവുള്ളൂ റീകോമ്പിനൻ്റ് ടൈപ്പ്. ഓക്കെ, ഒന്ന് പറഞ്ഞേ. ക്ലോസ്ലി പാക്ഡ് ജീൻ ഹാവ് more linkage and less recombination. If more linkages happen, the offsprings will be parental type more and non-parental type less. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒന്നാമത്തെ ക്രോസ്. രണ്ടാമത്തെ ക്രോസ് എടുത്തത് അദ്ദേഹം ലൂസ്ലി, രണ്ടാമത്തെ ജീനും മൂന്നാമത്തെ ജീനും അവർ ലൂസ്ലി പാക്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ലൂസ്ലി പാക്ഡ് ജീനാണ്. ഇത് രണ്ടും അകന്നിരിക്കുന്നത്. ഇതൊരു ജീന്, ഇത് രണ്ടാമത്തെ ജീന്, മൂന്നാമത്തെ ജീന്. ഈ രണ്ടും മൂന്നും തമ്മിലുള്ള ലിങ്കേജാണ് സെക്കൻഡ് ക്രോസിൽ എടുത്തത്. ഓക്കെ, അപ്പോൾ ലൂസ്ലി പാക്ഡ് ജീനാണെങ്കിൽ എന്തായിരിക്കും? ലിങ്കേജ് കുറയും. എന്താണ്? ലിങ്കേജ് ലെസ് ആയിരിക്കും. പിന്നെന്താ? ലൂസ്ലി പാക്ഡ് ജീനിൽ എന്തായിരിക്കും? ലൂസ്ലി പാക്ഡ് ജീൻ നമുക്ക് പോയിന്റ് എഴുതാം. ലൂസ്ലി പാക്ഡ് ജീൻ ഹാവ് ക്ലോസ്ലി പാക്ഡ് എഴുതി. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഏതാ? ലൂസ്ലി പാക്ഡ് ജീൻ അല്ലേ? ലൂസ്ലി പാക്ഡ് ജീൻ ഇതേതാ? ക്ലോസ്ലി പാക്ഡ് ജീൻ. ഇവിടെയുള്ളത് ക്ലോസ്ലി പാക്ഡ് ജീൻ 1, 2. ഇനി സെക്കൻഡ് കേസ് എഴുതാൻ പോകുന്നത്, ഇത് ഫസ്റ്റ് കേസ്, ഇത് സെക്കൻഡ് കേസ്. സെക്കൻഡ് കേസിൽ പറയാൻ പോകുന്നത് ഏതാണ്? ഇത് ഫസ്റ്റ് കേസ്. ലൂസ്ലി പാക്ഡ് ജീൻസ്. ഓക്കെ, ലൂസ്ലി പാക്ഡ് ജീൻസിൽ എന്താ ഉണ്ടാവുക? ഇതൊന്ന്, രണ്ടാമത്തെ ജീന്, മൂന്നാമത്തെ ജീനാണ്. ഓക്കെ, ഇവർ തമ്മിലുള്ള ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള ജീനിൽ എന്താ ഉണ്ടാവുക? ലൂസ്ലി പാക്ഡ് ജീൻ ഹാവ് ലെസ് ലിങ്കേജ് കുറച്ച് കുറയും അല്ലേ? റീകോമ്പിനേഷൻ മോർ ആയിരിക്കും ഫസ്റ്റത്തെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെന്താ? പാരൻ്റൽ ടൈപ്പ് ലെസ് ആയിരിക്കും ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ. ഫസ്റ്റ് ക്രോസ്. നോൺ പാരൻ്റൽ ടൈപ്പ് മോർ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ 2 ക്രോസ് എടുത്തു നമ്മുടെ TH മോർഗൻ. ഫസ്റ്റ് ക്രോസ് ഈസ് ഏതാണ്? ക്ലോസ്ലി പാക്ഡ്. സെക്കൻഡ് ക്രോസ് ഈസ് ഏതാ സെക്കൻഡ്? ഇത് ഒന്നാമത്തെ, ഇത് രണ്ടാമത്തെ. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ഫസ്റ്റത്തെ ക്രോസിൽ സംഭവിച്ചത്. ഫസ്റ്റത്തെ ക്രോസ് എങ്ങനെയായിരുന്നു? ക്ലോസ്ലി പാക്ഡ് അല്ലേ? ലിങ്കേജ് ബിറ്റ്വീൻ ക്ലോസ്ലി പാക്ഡ് ജീനായിരുന്നു. ക്ലോസ്ലി പാക്ഡ് ജീൻസ് ഹാവ് മോർ ലിങ്കേജ് ലെസ് റീകോമ്പിനേഷൻ. അപ്പോൾ ലിങ്കേജ് കൂടിയാൽ മോർ പാരൻ്റൽ ടൈപ്പ്, ലെസ് നോൺ പാരൻ്റൽ ടൈപ്പ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് ഏതാ? രണ്ടാമത്തെ കേസ് ലൂസ്ലി പാക്ഡ് ജീൻ. ലിങ്കേജ് ബിറ്റ്വീൻ ലൂസ്ലി പാക്ഡ് ജീൻസ് ആണെങ്കിൽ അകന്നിരിക്കുന്ന ജീനുകൾ തമ്മിലാവുമ്പോൾ ലിങ്കേജ് കുറയും. റീകോമ്പിനേഷൻ അവരിൽ ഫസ്റ്റത്തെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ പാരൻ്റൽ ടൈപ്പ് ഫസ്റ്റത്തെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. പക്ഷെ നോൺ പാരൻ്റൽ ടൈപ്പ് ഫസ്റ്റത്തെ ക്രോസ് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്രോസ് നടത്താൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്രോസ് ഏതാ? ഫസ്റ്റ് ക്രോസ് ഞാൻ പറഞ്ഞു അദ്ദേഹം 2 ക്രോസാണ് നടത്തിയത്. ഏതൊക്കെയാണ് ക്രോസ്? ആദ്യത്തെ ക്രോസ് എന്ന് പറയുന്നത് 2 അടുത്തിരിക്കുന്ന ജീനുകൾ തമ്മിലുള്ള ക്രോസ് ആയിരുന്നു. രണ്ടാമത്തെ ക്രോസ് എന്ന് പറയുന്നത് ലൂസ്ലി പാക്ഡ് ജീൻസിൽ തമ്മിലുള്ള ക്രോസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫൈൻഡിങ്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എന്താ പറഞ്ഞേ? ക്ലോസ്ലി പാക്ഡ് ജീനാണെങ്കിൽ അവരിൽ ലിങ്കേജ് കൂടുതലും റീകോമ്പിനേഷൻ കുറവായിരിക്കും. ലിങ്കേജ് കൂടിയാൽ പാരൻ്റൽ ടൈപ്പ് കൂടുതലും റീകോമ്പിനൻ്റ് ടൈപ്പ് കുറവായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ക്രോസിൽ പറഞ്ഞത് ലൂസ്ലി പാക്ഡ് ജീനിൽ അകന്നിരിക്കുന്ന ജീനുകൾ തമ്മിൽ ലിങ്കേജ് കുറവും ഫസ്റ്റത്തെ കമ്പയർ ചെയ്യുമ്പോൾ റീകോമ്പിനേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ലിങ്കേജ് കുറവായതുകൊണ്ട് നോൺ പാരൻ്റൽ ടൈപ്പ് എന്താണ്? ഫസ്റ്റത്തെ ക്രോസിനെ കമ്പയർ ചെയ്യുമ്പോൾ നോൺ പാരൻ്റൽ ടൈപ്പ് ഇവിടെ കുറയും. ഇല്ല എന്നല്ല, ഫസ്റ്റത്തേതിനെ കമ്പയർ ചെയ്യുമ്പോൾ നോൺ പാരൻ്റൽ ടൈപ്പ് കൂടും, പാരൻ്റൽ ടൈപ്പ് കുറയും.
ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ക്രോസിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്രോസിൽ ഏതൊക്കെയാണ് എടുത്തത്? രണ്ടടുത്തിരിക്കുന്ന ക്ലോസ്ലി പാക്ഡ് ജീനുകൾ തമ്മിലുള്ള ലിങ്കേജാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫിമെയിലും. അപ്പോൾ ഏതാ ഇവിടെ ഫസ്റ്റ് നമ്മൾ എടുത്തത് റിസസീവായിട്ടുള്ള ഫിമെയിലിനെയും ആദ്യത്തെ ക്ലോസിൽ ആരെയും എടുക്കുക? റിസസീവായിട്ടുള്ള ഫിമെയിലിനെയും ഡോമിനൻ്റ് ഓർ വൈൽഡ് ടൈപ്പ് മെയിലും. ഓക്കെ, അത് പഠിച്ചിരിക്കുക കേട്ടോ. ക്രോസ് നമുക്ക് ബൈ ഹാർട്ട് എഴുതേണ്ടതാണ്. ഫസ്റ്റ് ക്രോസിൽ അദ്ദേഹം ആരെടുത്ത്? റിസസീവ് ഫിമെയിലിനെയും വൈൽഡ് ടൈപ്പ് മെയിലിനെയും. അപ്പം നമ്മൾ എങ്ങനെ എഴുതാം? റിസസീവ് ഫിമെയിൽ എന്ന് പറയുമ്പോൾ യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡാണ് റിസസീവ് ക്യാരക്ടർ അല്ലേ? യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് എടുത്തു. ഓക്കെ, യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് എടുത്തു. അത് റിസസീവാണ്. അപ്പോൾ രണ്ടും XX ക്രോമസോമ. അപ്പോൾ എന്താണ്? യെല്ലോ ബോഡീഡ് വൈറ്റ് ആയിട്ടുള്ള ഈ രണ്ട് ക്യാരക്ടറുള്ള ഫീമെയിലിനെടുത്തു. ഇനി വൈൽഡ് ടൈപ്പ് മെയിലാണ്. അപ്പോൾ യെല്ലോൻ്റെ വൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ, ഡോമിനൻ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബ്രൗൺ ബോഡീഡ് അല്ലേ? അപ്പോൾ അടുത്ത ക്രോസിലെടുത്തത് ആരെയാണ്? ബ്രൗൺ ബോഡീഡ് വൈറ്റ് ഐഡ് ബ്രൗൺ ബോഡീഡ് വൈറ്റ് ഐഡ് അല്ല, യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ആൻഡ് ബ്രൗൺ ബോഡീഡ് ആൻഡ് റെഡ് ഐഡ് ഫിമെയിലിനെയാണ് എടുത്തത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, റെഡ് ഐഡ് ഫിമെയിലിനെ അല്ല കേട്ടോ, മെയിലിനെയാണ് എടുത്തത്. അപ്പോൾ Y ക്രോമസോം, ഇത് X ക്രോമസോം, ഇത് Y ക്രോമസോം. ക്ലിയർ ആയി. ഇനി ഈ ക്രോസ് നടക്കുക. എങ്ങനെയാണ് ക്രോസ് നടത്തുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് മെയിലിനും ഫിമെയിൽ അല്ലേ? ഈ ആദ്യത്തെ ഒരാളുടെ ഒരു ക്രോമസോമും രണ്ടാമത്തെ ആളുടെ ആദ്യത്തെ ക്രോമസോമും തമ്മിൽ ഉള്ള ക്രോസ് ചെയ്തിട്ട് ഒരു ഓഫ്സ്പ്രിങ്. ശ്രദ്ധിക്കേട്ടാ, നമ്മൾ മെൻഡേലിയൻ ക്രോസിനെ പോലെ ഉദ്ദേശിക്കരുത്. എങ്ങനെ ക്രോസ് നടത്തുക? ഈ ഒരു X ക്രോമസോമും മെയിലിൻ്റെ ഈ X ക്രോമസോമും ഫിമെയിലിൻ്റെ ഈ X ക്രോമസോമും മെയിലിൻ്റെ X ക്രോമസോമും. അപ്പോൾ 2 X ക്രോമസോമ് വന്നാൽ ആരാ ഉണ്ടാവുക? ഫിമെയിലാണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രോജനീസ് അതിൻ്റെ നോക്കുക, എന്താ ഉണ്ടാവുക? ഇവിടെ യെല്ലോ ബോഡീഡ് ആരാ ഉണ്ടാവുക? നമുക്ക് ഇത് എന്ന് പറയുന്നത് യെല്ലോ ബോഡീഡ്, ഇത് വൈറ്റ് ഐഡ്, യെല്ലോ ബോഡീഡ് അല്ലേ? ഇവിടെ എന്ന് പറയുമ്പോൾ ആരാ? ഇതും ക്രോസ് ചെയ്തു. അപ്പോൾ ഒരു ഗ്യാമേറ്റ് ഇതാ, രണ്ടാമത്തെ ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത് ഇയാളാണ്. ഓക്കെ, ഇയാളെന്ന് പറയുമ്പോൾ ആരാ? വൈൽഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇത് രണ്ടും തമ്മിൽ കൂടിച്ചേർന്നിട്ടാണ് ഒന്നാമത്തെ ഓസ്പ്രിങ്സ്, ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് രണ്ടാമത്തെ ഓസ്പ്രിങ്സ്. കണ്ടോ ആരായിട്ടൊക്കെ ഉണ്ട്? അപ്പോൾ ഇതും കൂടിയിട്ട് ഒരാളെ ഉണ്ടാക്കുമ്പോൾ ആരാ ഉണ്ടാവുക? വൈൽഡ് ടൈപ്പ് പ്ലസ് ഇവിടെ എത്തി അല്ലേ? വൈൽഡ് ടൈപ്പുള്ള 2 XX കൂടി ചേർന്നാൽ ഫീമെയിൽ ഉണ്ടായി. ഇനി ഇതും കൂടി ചേർന്നപ്പോൾ ഇവിടെ റിസസീവ് ക്യാരക്ടറുള്ള ഫീമെയിലിൻ്റെ ഈ ഗ്യാമൈറ്റും കിട്ടി, ഇവിടുത്തെ Y ക്രോമസോമും കിട്ടി. അപ്പോൾ ഇത് ആണാണെന്ന് മനസ്സിലായി. ഇവിടെ പ്ലസ് ജീൻ ഇല്ല, അപ്പോൾ റിസസീവ് മെയിലും കിട്ടി. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ പ്ലസ് ഉള്ള ജീൻ എവിടെയായിരിക്കണോ അവരായിരിക്കും ഡോമിനൻ്റ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ്. അപ്പോൾ ആദ്യത്തേത് റിസസീവ് ഫിമെയിലായിരുന്നു, യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫിമെയിലും വൈൽഡ് ടൈപ്പ് മെയിലായിരുന്നു. വൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിൽ കിട്ടിയപ്പോൾ എന്തായി? F1 ഹൈബ്രിഡ് എന്തായി? ബ്രൗൺ ബോഡീഡ് യെല്ലോ ഐഡ്, അതായത് ഡോമിനൻ്റ് ടൈപ്പ് ഓർ വൈൽഡ് ടൈപ്പ് ഫിമെയിലും റിസസീവ് ആയിട്ടുള്ള മെയിലുമായി, യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് മെയിലുമായി. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ F2 നടത്തിയിട്ടുള്ള പ്രോജനീസ് നമ്മൾ ടെക്സ്റ്റിൽ കാണിച്ചിട്ടുണ്ട്. അത് വരയ്ക്കാൻ പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമുക്ക് പഠിക്കേണ്ട ഒരു റേഷ്യോ ഉണ്ട്. ഓക്കെ, പെർസെൻറ്റേജ് ഉണ്ട്. അതായത് മെൻഡേലിയൻ ലോ പ്രകാരം 9:3:3:1 ആണ് മെൻഡേലിയൻ ഡൈഹൈബ്രിഡ് റേഷ്യോ അല്ലേ? ഫിനോട്ടിപ്പിക് റേഷ്യോ. പക്ഷേ നോക്കുക, ഈ റേഷ്യോ എന്ന് പറയുന്നത് 98 ലിങ്കേജ്, അതായത് ക്ലോസ്ലി പാക്ഡ് ജീനായിരുന്നു. ഈ ക്ലോസ്ലി തൊട്ടടുത്ത ജീനുകൾ തമ്മിൽ ലിങ്ക് ചെയ്ത് എന്തുണ്ടാവുമെന്ന് പറഞ്ഞാൽ ലിങ്കേജ് കൂടുതലായിരിക്കും, റീകോമ്പിനേഷൻ കുറവായിരിക്കും. ലിങ്കേജ് കൂടുതലായിരിക്കും, റീകോമ്പിനേഷൻ കുറവായിരിക്കും. അപ്പോൾ പാരൻ്റൽ ടൈപ്പ് കൂടുതലായിരിക്കും, നോൺ പാരൻ്റൽ ടൈപ്പ് കുറവായിരിക്കും. അപ്പോൾ പാരൻ്റൽ ടൈപ്പ് ഇവിടെ 98.7 ഉണ്ടായിരുന്നു, റീകോമ്പിനൻ്റ് ടൈപ്പ് ഇവിടെ ഓൺലി 1.3% ആണ്. എന്തുകൊണ്ടാണ് പാരൻ്റൽ ടൈപ്പ് കൂടാൻ കാരണം? ക്ലോസ്ലി പാക്ഡ് ജീനുകൾ തമ്മിലുള്ള ലിങ്കേജ് ആണ് ഇവിടെ നടന്നത്. അവിടെ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് കുറവായിരിക്കും, ലിങ്കേജ് കൂടിയത് കൊണ്ട് അല്ലേ? അപ്പോൾ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് കുറവായതുകൊണ്ട് റീകോമ്പിനേഷൻ കുറവായതുകൊണ്ട് നോൺ പാരൻ്റൽ ടൈപ്പ് കുറഞ്ഞു, പാരൻ്റൽ ടൈപ്പ് ആയിട്ടുള്ള ഓസ്പ്രിങ്സ് കൂടി. അപ്പോൾ റേഷ്യോ പെർസെൻറ്റേജ് പഠിക്കണം. 9:3:3:1 എന്ന് പറയുന്ന F2 റേഷ്യോ ഫോളോ ചെയ്യുന്നില്ല. ദ റേഷ്യോ ബിക്കം ഏകദേശം എന്താ
99:1 ആയിട്ട് വരും അല്ലേ. ഓക്കെ, അപ്പോൾ എത്രയാണ്? 98.7% ആരായിരുന്നു? പാരൻ്റൽ ടൈപ്പ്. ആൻഡ് റിമൈനിങ് 1.3% ഈസ് റീകോംബിനൻ്റ് ടൈപ്പ്. അപ്പോൾ റീകോംബിനേഷൻ ഇവിടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടുത്തെ ക്രോസ് എന്ന് പറയുന്നത് ക്ലോസ്ലി പാക്ഡ് ആണ്, അതുകൊണ്ട് ലിങ്കേജ് കൂടി, റീകോംബിനേഷൻ കുറഞ്ഞു, അതുകൊണ്ട് പാരൻ്റൽ ടൈപ്പ് കൂടി, നോൺ പാരൻ്റൽ ടൈപ്പ് അല്ലെങ്കിൽ റീകോംബിനൻ്റ് ടൈപ്പ് കുറഞ്ഞു. ഇനി സെക്കൻഡ് ക്രോസിലേക്ക് പോവാണ്. സെക്കൻഡ് ക്രോസ് എന്ന് പറയുന്നത് 2-3 ജീനുകൾ തമ്മിലുള്ളതാണ്. ഏതൊക്കെയാണ് 2-3 തമ്മിലുള്ളത്? ആലോചിക്കുക. ഡിസ്റ്റൻസ് കൂടുതലാണ്, അതായത് ലൂസ്ലി പാക്ഡ് ജീൻസ് ആണ്. ലൂസ്ലി പാക്ഡ് ജീൻസ്. ആദ്യത്തെ ക്രോസ് എന്ന് പറയുന്നത് ക്ലോസ്ലി പാക്ഡ് ജീനായിരുന്നു. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താ? നേരത്തെ എടുത്ത പോലെ തന്നെ റിസസീവ് ഫിമെയിൽ ആൻഡ് വൈൽഡ് ടൈപ്പ് മെയിൽ. അപ്പോൾ ഇവിടെ എടുത്ത ക്യാരക്ടേഴ്സ് ഏതാണ്? ബോഡി കളർ അല്ല, ഐ കളർ ആൻഡ് വിങ് സൈസ് ആണ്. ഐ കളർ എന്ന് പറയുന്നത് റിസസീവ് ഏതാണ്? വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് ഫിമെയിൽ ആവാൻ കാരണം ഇത് XX. ആൻഡ് വൈൽഡ് ടൈപ്പ് മെയിൽ XY അല്ലേ. മെയിൽ എന്ന് പറയുമ്പോൾ XY. വൈൽഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ വൈറ്റ് ഐഡിൻ്റെ ഡോമിനൻ്റ് ടൈപ്പാണ് റെഡ് ഐഡ് അല്ലേ. റെഡ് ഐഡ് മിനിയേച്ചർ വിങ്ങിൻ്റെ കോൺട്രാസ്റ്റ് ക്യാരക്ടറാണ് ലാർജ് സൈസ്ഡ്. അപ്പോൾ വൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ റെഡ് ഐഡ് ലാർജ് സൈസ്ഡ് ആരാണ്? മെയിൽ. ഓക്കെ, ഇനി നമ്മൾ നോക്കുക എങ്ങനെയാണ് നമ്മൾ ക്രോസ് എടുത്താൽ ഇതും തമ്മിൽ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സും കൂടിയിട്ടുള്ള ഒരു പ്രോജനി കിട്ടി. XX ഏതാണ്? ഇവിടെ റിസസീവ് ക്യാരക്ടർ ആയിട്ടുള്ള WM, ഇവിടെ വൈൽഡ് ടൈപ്പും. അപ്പോൾ വൈൽഡ് ടൈപ്പ് ഫിമെയിൽ എന്ന് പറഞ്ഞാൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഫിമെയിൽ കിട്ടി. നേരത്തെ പോലെ തന്നെ പ്ലസ് ഉള്ളത് വന്നാൽ അപ്പോൾ അത് ഡോമിനൻ്റ് ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ എന്താ അതിൻ്റെ ഡോമിനൻ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഐഡിൻ്റെ റെഡ് ഐഡ് ആൻഡ് ലാർജ് സൈസ്ഡ് ഫിമെയിൽ ഉണ്ടായി. അടുത്തത് റിസസീവ് മെയിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് മെയിലും ഉണ്ടായി. ക്രോസ് കണ്ടോ? ഓക്കെ, ഇനി നമ്മൾ F2 റേഷ്യോ ആണ് പറയുന്നത്. റേഷ്യോ ചെയ്ത് നോക്കുന്നില്ല. F2 റേഷ്യോ നോക്കുക. ഇവിടെ പാരൻ്റൽ ടൈപ്പ് F1 കമ്പയർ ചെയ്തപ്പോൾ കുറയാൻ കാരണം ഇവിടുത്തെ ജീനുകൾ 2 ജീനുകൾ ലൂസ്ലി പാക്ഡ് ആണ്. ലൂസ്ലി പാക്ഡ് ജീൻ ആയതുകൊണ്ട് എന്താ സംഭവിച്ചത്? ലൂസ്ലി പാക്ഡ് ജീൻ ആയപ്പോൾ റീകോംബിനേഷൻ ലിങ്കേജ് കുറയായിരുന്നോ ചെയ്ത? കൂടാണോ ചെയ്ത? കുറഞ്ഞു. ലിങ്കേജ് കുറഞ്ഞപ്പോൾ റീകോംബിനേഷൻ കൂടിയപ്പോൾ റീകോംബിനൻ്റ് ടൈപ്പ് ഓർ പാരൻ്റൽ ടൈപ്പ്. ഇത് പാരൻ്റൽ ടൈപ്പ്, ഇത് റീകോംബിനൻ്റ് ടൈപ്പ്. പാരൻ്റൽ ടൈപ്പ്, റീകോംബിനൻ്റ് ടൈപ്പ് ഓർ നോൺ പാരൻ്റൽ ടൈപ്പ്. അപ്പോൾ ഇവിടെ ലൂസ്ലി പാക്ഡ് ജീൻ ആയതുകൊണ്ട് ലിങ്കേജ് കുറഞ്ഞപ്പോൾ റീകോംബിനൻ്റ് ടൈപ്പ് ഓർ നോൺ പാരൻ്റൽ ടൈപ്പ് കൂടി, പാരൻ്റൽ ടൈപ്പ് കുറഞ്ഞു. കണ്ടോ? എങ്ങനെ കുറഞ്ഞു എന്ന് ചോദിച്ചാൽ കമ്പയർഡ് ടു ക്രോസ് 1. ഇത്രയും മനസ്സിലായല്ലോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് അസംഷനിലേക്കാണ് എത്തിയത്? എന്താണ്? ലൂസ്ലി പാക്ഡ് ജീൻ ഹാവ് ലെസ് ലിങ്കേജ് ആൻഡ് മോർ റീകോംബിനേഷൻ. ക്ലോസ്ലി പാക്ഡ് ജീൻ ഹാവ് മോർ ലിങ്കേജ് ആൻഡ് ലെസ് റീകോംബിനേഷൻ. ഓക്കെ, അപ്പോൾ ക്ലോസ്ലി പാക്ഡ് ജീൻസ് F2 ഓസ്പ്രിങ് ഷോസ് എത്രയാണ്? മോർ parental type and less recombinant type. In second cross, the cross between loosely packed genes, the F2 offspring shows more non-parental or recombinant type and less parental type compared to the cross 1. Okay, അപ്പോൾ percentage മറക്കരുത്. ഫസ്റ്റ് ക്രോസിൽ the linkage between closely packed gene parental type 98.7 and recombinant type 1.3. In cross between linkage between two loosely packed gene 2 and 3 genes. അത് ഏതൊക്കെയായിരുന്നു? ഐ കളർ ആൻഡ് വിങ് സൈസ്. അതിൽ recombinant type കൂടി 37.2 ആൻഡ് പാരൻ്റൽ ടൈപ്പ് കുറഞ്ഞു 62.8. ഓക്കെ, പെർസെൻറ്റേജ് മറക്കരുത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയല്ലോ? ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലിങ്കേജ് എന്താണെന്ന് ചോദിച്ചാൽ വൃത്തിയായിട്ട് നമ്മൾ ഒരു പോയിൻ്റായിട്ട് പഠിച്ചാൽ ഭയങ്കര സിമ്പിളാണ്. അല്ലെങ്കിൽ നമുക്ക് ലിങ്കേജ് ക്രോസ് ചെയ്യുമ്പോൾ ഒക്കെ തെറ്റാനും
മനസ്സിലാവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിൽ നമ്മൾ കുറേ പോയിൻറ്റ്സ് ഒന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ലേ, വൈൽഡ് ടൈപ്പ് എന്ന് എഴുതിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ വൈൽഡ് ടൈപ്പ് എന്ന് എഴുതരുത്, നമ്മൾ എന്താണ് അതിൻ്റെ ഫീനോടൈപ്പ് എന്നുള്ളത് പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് യെല്ലോയും ബ്രൗണും റെഡും ഒക്കെ തമ്മിൽ മാറും. അപ്പോൾ ഇവിടെ വൈൽഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഏത് ഡോമിനൻ്റ് ക്യാരക്ടർ? വൈൽഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ബ്രൗൺ ബോഡീഡ്, റെഡ് ഐഡ്, ലാർജ് സൈസ്ഡ്. റിസസീവ് എന്ന് പറയുമ്പോൾ യെല്ലോ ബോഡീഡ്, വൈറ്റ് ഐഡ്, മിനിയേച്ചർ വിങ്ഡ്. അത് മറക്കരുത് കേട്ടോ. ആദ്യത്തെ ക്രോസ് എന്ന് പറയുന്നത് ക്ലോസ്ലി പാക്ഡ് ജീൻസ് ലിങ്കേജ് ആയിരുന്നു. രണ്ടാമത്തെ ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ലിങ്കേജിൻ്റെ ക്രോസ് എന്ന് പറഞ്ഞാൽ ലൂസ്ലി പാക്ഡ് ജീൻസ് തമ്മിലുള്ള ലിങ്കേജ് ആയിരുന്നു. ഓക്കെ, ക്ലിയർ? ലിങ്കേജ് ക്ലിയർ ആയല്ലോ. ഇതാരാണ് പ്രൊപ്പോസ് ചെയ്തത്? ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ബൈ സട്ടൻ ആൻഡ് ബോറിനെ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്ത അതേ ആള്. ആരാണ് ആള്? TH മോർഗൻ. ഏതാണ് ഇയർ നമുക്ക് മെൻഷൻ ചെയ്തിട്ടില്ല. TH മോർഗൻ ഏതിലാണ് ചെയ്തത്? ഡ്രോസോഫിലയിൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ലിങ്കേജ്. ഇനി നമുക്ക് ഒരു ലാസ്റ്റ് ഒരു പോയിന്റിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഫിഗർ. നമ്മൾ വരച്ച അതേ ടെക്സ്റ്റിലെ ഫിഗറാണ്. അതായത് ക്രോസ് എന്ന് പറഞ്ഞു അല്ലേ? ക്രോസ് എന്ന് പറഞ്ഞാൽ ഏതാ? യെല്ലോ ബോഡീഡ്, വൈറ്റ് ഐഡ് ഫീമെയിൽ ആൻഡ് വൈൽഡ് ടൈപ്പ് മെയിൽ അല്ലേ? അപ്പോൾ ഇവിടെ വൈൽഡ് ടൈപ്പിന് നേരെ നമ്മളിവിടെ ആദ്യം ഫീനോടൈപ്പ് എഴുതണം. ഫീനോടൈപ്പ് ചെയ്യുമ്പോൾ യെല്ലോ ബോഡീഡ്, വൈറ്റ് ഐഡ് എന്ന് എഴുതണം. ഇവിടെ എഴുതുമ്പോൾ വൈൽഡ് ടൈപ്പ് എന്ന് മാത്രം എഴുതിയാൽ പോരാ, നമ്മളതിൻ്റെ ഫീനോടൈപ്പ് തന്നെ എഴുതി പഠിക്കണം. എന്തായിരുന്നു ഫീനോടൈപ്പ്? യെല്ലോ ബോഡീൻ്റെ ബ്രൗൺ ബോഡീഡ് ആൻഡ് റെഡ് ഐഡ്. ഓക്കെ, റെഡ് ഐഡ് മെയിൽ. ഓക്കെ, ഇത് എഴുതിയിരിക്കണം ക്രോസിൻ്റെ മുൻപിൽ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ക്രോസിൽ നമ്മൾ എന്ത് ചെയ്തും? വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് ഫീമെയിൽ. അപ്പോൾ അതിൻ്റെ വൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ റെഡ് ഐഡ് ലാർജ് വിങ്ഡ് മെയിൽ. ഇത്രയും എഴുതിയിരിക്കണം. ഓക്കെ, ഇത് എഴുതിയതിന് ശേഷം വേണം നമ്മളതിൻ്റെ ജീനോടൈപ്പിക് സിമ്പിൾ എഴുതിയിട്ട് ക്രോസ് നടത്താൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ റേഷ്യോ നോക്കുക. F2ൻ്റെ റേഷ്യോ ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഇത്രയും നമ്മൾ എഴുതേണ്ടത് എന്താ വേണ്ടോ? നമ്മൾ എഴുതേണ്ടത് ഈ റേഷ്യോയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത്രയും വരെ എഴുതിയതിന് ശേഷം നമ്മൾ എഴുതേണ്ടത് F2 റേഷ്യോ എന്ന് പറഞ്ഞിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. F2ൽ നമുക്ക് എന്ത് കിട്ടി? 98. ആദ്യത്തെ ക്രോസിൽ 98.7 പാരൻ്റൽ ടൈപ്പും റീകോമിനൻ്റ് ടൈപ്പും ഓർ നോൺ പാരൻ്റൽ ടൈപ്പും 1.3 ആണ്. അത് എന്തുകൊണ്ടാണെങ്കിൽ അവിടെ ലിങ്കേജ് കൂടി റീകോമിനേഷൻ കുറഞ്ഞു. രണ്ടാമത്തെ ക്രോസിൽ ലിങ്കേജ് കുറയാൻ കാരണം എന്താണ്? ക്ലോസ്ലി പാക്ഡ് ജീനല്ല, ലൂസ്ലി പാക്ഡ് ജീനാണ്. അപ്പോൾ ഇവിടെ റീകോമ്പിനേഷൻ കൂടി. റീകോമ്പിനൻ്റ് ടൈപ്പ് ആദ്യത്തെ ക്രോസിനായിട്ടും കൂടി ആൻഡ് പാരൻ്റൽ ടൈപ്പ് ആദ്യത്തെ ക്രോസിനായിട്ടും കുറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. ഇനി നമ്മളിതിലെ ലിങ്കേജ് എന്ന ടോപ്പിക്കിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് വരുന്നത് അതിനോടനുബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. CBSE എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഈ സയൻറ്റിസ്റ്റ് ആരാണ്? ഈ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ടർട്ടിവാൻഡ്. പ്രൊനൗൺസ് ചെയ്യരുത്. ടർട്ടിവാൻഡ് ആരാണ്? ആൽഫ്രഡ് ടർട്ടിവാൻഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ റീകോമ്പിനേഷൻ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? റീകോമ്പിനേഷൻ്റെ ഫ്രീക്വൻസിൻ്റെ, അതായത് രണ്ട് ജീനുകൾ തമ്മിലുള്ള ജീൻ പേഴ്സ് തമ്മിലുള്ള എന്തിനാണ് ഈ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട്, അതായത് രണ്ട് ജീൻ പേഴ്സ് തമ്മിലുള്ള റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട് ഈ രണ്ട് ജീനിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് മാപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചു. ഒരു ക്രോമസോമിലെ രണ്ട് അഡ്ജസൻ്റ് ജീനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. എന്തുപയോഗിച്ചിട്ട്? റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് ഇപ്പോൾ കണ്ട റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട് രണ്ട് തൊട്ടടുത്ത ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാപ്പ് ചെയ്തു. അതിനെയാണെന്ന് പറയുക ജീൻ മാപ്പിംഗ് ഓർ ജനറ്റിക് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂസിങ് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ആൽഫ്രഡ് ടർട്ടിവാൻഡ് എന്താ ചെയ്തേ? സീക്വൻസിങ് അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ജീൻസ്. ഓക്കെ, ജീൻസ് ഓൺ ദി ക്രോമസോംസ്. ഓക്കെ, അപ്പോൾ ഈ ജനറ്റിക് മാപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ടുപിടിച്ച, അപ്പോൾ ആൽഫ്രഡ് ടർട്ടിവാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആരുടെ വരേണ്ടത്? ടർട്ടിവാൻഡ്. എന്താ പറയേണ്ടത്? ജനറ്റിക് മാപ്പ്. ഈ ജനറ്റിക് മാപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് യൂസ് ചെയ്തത്. ഈ ജനറ്റിക് മാപ്പാണ് എന്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് യൂസ് ചെയ്തത്? ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് യൂസ് ചെയ്തത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് ആൽഫ്രഡ് ടർട്ടിവാൻഡ്? ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് 3-4 സയൻറ്റിസ്റ്റുകൾ തന്നു. അവരുടെ ഫൈൻഡിങ്സ് എന്താണെന്നുള്ളത് പറയാൻ പറഞ്ഞിട്ട് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരും. അപ്പോൾ ആൽഫ്രഡ് ടർട്ടിവാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹം ഹി ഫൈൻഡ് ദ യൂസിങ് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഹി ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു അഡ്ജസൻറ്റ് ജീൻസ് ഓൺ ദി ക്രോമസോംസ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ജനറ്റിക് മാപ്പ്. ഈ ജനറ്റിക് മാപ്പ് കണ്ടുപിടിച്ചു അദ്ദേഹം. ദിസ് ജനറ്റിക് മാപ്പ് ഈസ് കൺസിഡേർഡ് ആസ് ദി ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി
എന്തിൻ്റെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ലിങ്കേജ് ആൻഡ് റിക്കോമ്പിനേഷൻ. ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഏതാണ് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാനുള്ളത്? നെക്സ്റ്റ് വീഡിയോയിൽ ജെനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ജനിതക രോഗങ്ങൾ അല്ലേ. ജനിതക രോഗങ്ങളെ ജെനറ്റിക് ഡിസോർഡേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. മെൻഡേലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറയാൻ കാരണം ജീനിൽ സംഭവിക്കുന്ന ഡിസോർഡേഴ്സ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ. ആൻഡ് ക്രോമസോമിൽ സംഭവിക്കുന്ന അബ്നോർമാലിറ്റീസ് മൂലം ഉണ്ടാകുന്ന. ഓക്കെ, അപ്പോൾ ജനറ്റിക് ഡിസോർഡറിനെ, ജനിതക രോഗങ്ങളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ജനറ്റിക് ഡിസോർഡേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. എന്താ മെൻഡേലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ മെൻഡലാണ് ജീൻ അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ ജീനിൽ കാണപ്പെടുന്ന ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് ആണ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്, ക്രോമസോമിൻ്റെ നമ്പർ കൂടുക കുറയുക, അങ്ങനെ ക്രോമസോമിൽ വരുന്ന ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് ആണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഈ രണ്ട് ടോപ്പിക്കും ഓക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം അല്ലേ. ഇത്രയും പറഞ്ഞ ടോപ്പിക്ക് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. നെക്സ്റ്റ് വീഡിയോയിലൂടെ ഈ ചാപ്റ്റേഴ്സിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.